പ്രൈസ് ദി ലോർഡ്. പിന്നെയും ഒരു ദിവസം കൂടെ നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും പ്രവചന ഭാഗങ്ങളും ഒക്കെ ഒന്നിച്ച് പഠിക്കുവാൻ പോവുകയാണ്. പ്രിയപ്പെട്ട റോയ് പാസ്റ്റർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മുടെ ക്ലാസ്സുകൾ അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇന്നും കുറേ കാര്യങ്ങൾ നമ്മളൊന്നിച്ച് പഠിക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇടയ്ക്ക് ഞാൻ ഈ ദിവസങ്ങളിൽ വായിക്കുന്ന ഒരു പുസ്തകം, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം KP കേശവമേനോൻ്റെ യേശുദേവൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, 3500 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം, ജെറുസലേം എന്ന് പറയുന്ന പട്ടണം അന്നു മുതൽ ലോക ചരിത്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇത് മലയാളിയായ KP കേശവമേനോൻ ഒരു മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നല്ല അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു സെക്കുലർ എഴുത്തുകാരൻ്റെ വീക്ഷണം, ചരിത്രത്തെ മാറ്റുവാൻ ഉപയോഗിക്കപ്പെട്ട ഒരു പട്ടണം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്നും ഇസ്രായേലും ജെറുസലേമും ചരിത്രത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നാം ഈ നടത്തുന്ന ക്ലാസ്സുകളുടെ ഒരു പ്രസക്തി. വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പ്രിയപ്പെട്ട റോയ് പാസ്റ്ററെ വെൽക്കം ചെയ്യുന്നു. പാസ്റ്ററെ വെൽക്കം. ഒരു സെഷനോട് നമ്മളൊന്നിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ആ ഒരു ഡിസ്കഷൻ്റെ കമൻ്റൊക്കെ പാസ്റ്റർ വായിച്ചെന്ന് എനിക്ക് തോന്നുന്നല്ലേ? കുറച്ച് കമൻ്റൊക്കെ വായിച്ചു പാസ്റ്ററെ. നല്ലൊരു റെസ്പോൺസാണ് പാസ്റ്ററെ കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ആളുകൾക്ക് വളരെ താല്പര്യമുണ്ട് ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നതിൽ. അപ്പോൾ ഇന്ന് നമുക്ക് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തു നിന്ന് കണ്ടിന്യൂ ചെയ്യാം. അബ്രഹാമിൻ്റെ യാത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ പാസ്റ്റർക്ക് തന്നെ ആ ഭാഗത്തുനിന്ന് തുടങ്ങാം. അതിനോടൊപ്പം ഞാനും ജോയിൻ ചെയ്തുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കളെയും, വിശേഷാൽ പ്രിയ കർത്താവിന്റെ ദാസൻ പെന്നി പാസ്റ്ററിനെ, ആസാദി ചാനലിൽ കൂടെ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാവരെയും, കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് വീണ്ടും ഒരു സമയം കൂടെ തന്നതിനായി സ്തോത്രം. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കമന്റുകളിൽ കൂടെയൊക്കെ അത് അറിയാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അബ്രഹാമിന്റെ ചരിത്രത്തിൽ കൂടെയാണ്. പ്രത്യേകിച്ച് ഉൽപ്പത്തി 15 പറഞ്ഞിരിക്കുന്ന, ഉൽപ്പത്തി 12 തൊട്ട് 15 വരെ പറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളിൽ കൂടെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അബ്രഹാം ഇറങ്ങിത്തിരിച്ചു, ഊർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഇറങ്ങിത്തിരിച്ചു. അവിടുന്ന് ഹാരാനിൽ വന്നു. അബ്രഹാമിന്റെ ചരിത്രങ്ങളിൽ കൂടെ കണ്ടു. അബ്രഹാമിന് ഏകദേശം 85 വയസ്സുള്ളപ്പോൾ അബ്രഹാമിന് ഒരു സംശയം ഉദിച്ചു. എന്തോ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവെ, എനിക്ക് കുഞ്ഞിനെ തരാം, വാഗ്ദത്ത സന്തതിയെ തരാമെന്ന് ദൈവം വാക്ക് പറഞ്ഞു, പക്ഷെ ദൈവം തന്നിട്ടില്ല എന്ന് ദൈവത്തോട് പറയുമ്പോൾ, എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഏലിയാസർ ആണ് എന്ന് പറയുമ്പോൾ, ദൈവം അവിടെ വെച്ചാണ് അബ്രഹാമിനോട് കവനന്റിനെ കുറിച്ച് പറയുന്നതും അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുന്നത്, കവനന്റ് ചെയ്യുന്നത്. ആ കവനന്റിനകത്ത് ദൈവം തന്നെ ഇൻസ്ട്രക്ട് ചെയ്തു. 5 മൃഗങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ 5 മൃഗങ്ങളും യേശു കർത്താവിനെ നിഴലായിട്ട് ചിത്രീകരിക്കുന്നതായിരുന്നു. പക്ഷെ അബ്രഹാം അതിനകത്തൊരു പാളിച്ച ചെയ്തു. അബ്രഹാമിനോട് ദൈവം ഇറങ്ങി വന്ന് ഉടമ്പടിയുടെ സമയത്ത് അബ്രഹാമിന് ഒരു ചെറിയൊരു ശിക്ഷ കൊടുത്തു. ആ ശിക്ഷ ഇപ്രകാരമാണ്: നിന്റെ സന്തതി നീ അറിയാത്ത ദേശത്ത് 400 സംവത്സരക്കാലം പ്രവാസികളായിരുന്ന് ആ ജനത്തെ, ആ ജാതിയെ സേവിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അതിനുശേഷം ദൈവം പറഞ്ഞു, നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും, 4ാം തലമുറക്കാരെ മടക്കിക്കൊണ്ടുവരും, അവരവരെ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക, അമോരിയരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് തൊട്ട് തുടങ്ങിയുള്ള അനേക കാര്യങ്ങൾ, ഏകദേശം ഒരു 5 6 കാര്യങ്ങൾ ദൈവം പറഞ്ഞു. നിന്നെ ഞാൻ അവിടുന്ന് മടക്കിയെടുക്കുമ്പോൾ വെറുതെ എടുക്കത്തില്ല, ബഹുസമ്പന്നരായി ഞാൻ പുറത്തെടുക്കും. ദൈവത്തിന്റെ ഒരു ഗ്രേറ്റ് പ്ലാൻ. കാരണം അബ്രഹാമിന് സന്തതി ജനിച്ചിട്ടില്ല, അബ്രഹാമിന് പോലും കുഞ്ഞ് ജനിച്ചിട്ടില്ല. പക്ഷേ കൊച്ചു മക്കളുടെ ഭാവി സെറ്റ് ചെയ്ത ദൈവം. നമ്മൾ അവിടെ വരെയാന്ന് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം നമുക്ക് കാണാം, അബ്രഹാം 175 വയസ്സിൽ മരിച്ചു. അബ്രഹാമിന് ആദ്യ സന്തതി അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി ഇസ്മായിൽ ജനിക്കുന്നത് 86 വയസ്സിലാണ്. ഉൽപ്പത്തി 16 ഇസ്മായിൽ ജനിക്കുന്ന ചരിത്രം. പക്ഷെ വാഗ്ദത്ത സന്തതി ഇസഹാക്കായിരുന്നു. ഇസഹാക്ക് ജനിക്കുന്നത് അബ്രഹാമിന്റെ 100 വയസ്സിലാണ്.
പക്ഷേ അബ്രഹാം 175 അബ്രഹാം മരിച്ചു. പക്ഷെ അബ്രഹാമിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നിൽ നിന്ന് നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇസ്ഹാക്ക് എന്ന് പറയുന്ന വാക്തത്വ സന്തതി മാത്രമല്ല, അബ്രഹാമിൽ നിന്ന് അനേക ജാതികൾ പുറത്തു വന്നു, അനേക സന്തതികൾ പിന്നീട് പുറത്തു വന്നു. കെതൂറയിൽ നിന്ന് സാറായിയുടെ മരണശേഷം കെതൂറയിൽ നിന്നുകൊണ്ട് പിന്നെയും മക്കൾ ജനിക്കുന്നതും പല ജാതികളായിട്ട് മാറുന്നതുമൊക്കെ, അറബ് വംശജരായി തീരുന്നതുമൊക്കെ നമുക്ക് തുടർന്ന് അവിടുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് തുടർന്ന് ഓടി വരാം. അബ്രഹാം 175 മരിച്ചു. അബ്രഹാമിനോടുള്ളൊരു വാക്തത്വം കവനന്റ് ആയിരുന്നു ഇസ്രയേലിനോട് പിന്നീടും ദൈവം എടുത്തെടുത്ത് ഊന്നി ഊന്നി പറയുന്നത്. അബ്രഹാം 175 മരിച്ചു. ഇസഹാക്ക് 180 മരിച്ചു. യാക്കോബ് 147 മരിച്ചു. പക്ഷെ നമുക്ക് യാക്കോബിൽ നിന്ന് അല്പ ചരിത്രങ്ങൾ കണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. യാക്കോബ് അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം, തന്റെ അപ്പനായ ഇസ്ഹാക്കിൽ നിന്ന് അനുഗ്രഹം കള്ളത്തരത്തിൽ മേടിച്ചിട്ട് താൻ അരാമ്യനായ ലാബാന്റെ വീട്ടിൽ ഓടിപ്പോകേണ്ടി വന്നു. അവിടെ ഏകദേശം 21 വർഷമായിരുന്നു തന്റെ കോൺട്രാക്ട് ആരോടുള്ള, ലാബാനെ സേവിക്കാനുള്ളത്. എങ്ങനെ 21 വർഷം വരുന്നത്? 7 വർഷം ലേക്ക് വേണ്ടി, 7 വർഷം റാഹേലിന് വേണ്ടി, 7 വർഷം ആടുകൾക്ക് വേണ്ടി. പക്ഷേ 21 വർഷം താൻ കംപ്ലീറ്റ് ചെയ്തില്ല. 20ാമത്തെ വർഷം എത്തിയപ്പോൾ തനിക്ക് ജോസഫ് ജനിച്ചതിന് ശേഷം താൻ അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. അന്ന് തനിക്ക് സുബോധം ഉണ്ടായി, അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം, ദൈവത്തിന് നേർച്ച നേർന്ന ബഥേലിലേക്ക് തനിക്ക് പോകണം എന്നുള്ള ആ സുബോധം കിട്ടുമ്പോൾ 20ാമത്തെ വർഷത്തിൽ, 20ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ താൻ ആ അരാമ്യനായ ലാബാന്റെ അടുക്കൽ ചെന്നതിന് ശേഷമുള്ള, അവിടുന്ന് മടങ്ങി വന്നു. 20ാമത്തെ വർഷത്തിൽ താൻ മടങ്ങി വന്നു. താന് ഒരു യാബോക്ക് കടവ് കടക്കുന്ന സമയത്ത് അവിടെ വെച്ചാണ് ഈ യാക്കോബിന്റെ പേര് ദൈവം മാറ്റുന്നത്. യാക്കോബിന്റെ പേര് മാറ്റി ദൈവം ഇസ്രയേൽ എന്നാക്കി. അപ്പൊ ഇസ്രയേലിനെ കുറിച്ച് കുറച്ചും കൂടെ ഒരു തെളിവായിട്ടുള്ള തെളിമ കിട്ടുന്നത് അവിടെ തൊട്ടാണ്. പക്ഷെ ഒറ്റ വ്യക്തിയുടെ പേര് മാറ്റിയതാ ദൈവം ഇസ്രയേൽ എന്നാക്കിയത്. അബ്രഹാമിനോടുള്ള ഉടമ്പടി, ഇസഹാക്കിനോടുള്ള ദൈവത്തിന്റെ ഫേവറും ദൈവത്തിന്റെ ഉടമ്പടി, യാക്കോബിനോടുള്ള ദൈവത്തിന്റെ വീണ്ടുമുള്ള ആ അബ്രഹാമിന്റെ സന്തതികളിൽ കൂടെയുള്ള കവനന്റ് നിമിത്തം യാക്കോബിന്റെ പേര് യാബോക്കിന്റെ കടവിൽ വെച്ച് മാറ്റി. ആ ഇസ്രയേൽ എന്നുള്ള പേര് അവിടെ വെച്ചാണ് ആദ്യമേ കിട്ടുന്നത്. ആ ഇസ്രയേൽ എന്നുള്ള പേരിന്റെ മറ്റൊരല്പം കൂടെ ഡെഫിനിഷൻ കൊടുത്ത പാസ്റ്ററെ, അവിടെ പറയുന്നു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ, ഇസ്ര എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ അർത്ഥം പ്രഭു എന്ന. എൽ എന്ന് പറഞ്ഞാൽ EL അല്ലെങ്കിൽ എൽ എന്ന് വിളിക്കുന്ന വേർഡിന്റെ അർത്ഥം ദൈവം. ഒന്നിച്ചു വായിച്ചാൽ നീ ദൈവത്തിന്റെ പ്രഭുവായിരിക്കും ഭൂമിയിലെ. നിന്റെ സന്തതികളെ നക്ഷത്രങ്ങളെ പോലെ എണ്ണാൻ പറ്റുമ്പോൾ എണ്ണിക്കോളാനാ ദൈവം പറഞ്ഞു. പക്ഷെ അതിനകത്ത് പല മീനിങ് കിടപ്പുണ്ട്. നക്ഷത്രങ്ങളെ ആർക്കും കയറി തൊടാൻ പറ്റത്തില്ല. നക്ഷത്രങ്ങൾ ഉയരത്തിലുള്ളതാ. ദൈവം അവിടെ എണ്ണുക എന്നുള്ള ഒരു മീനിങ് മാത്രമല്ലായിരുന്നു. കടൽ തീരത്തെ മണൽ പോലെ എണ്ണമറ്റതാക്കും എന്നുള്ളത് മാത്രമല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന അർത്ഥം. അതിന്റെ ഒരു അർത്ഥം, ഇവന്റെ സന്തതികൾ ഏറ്റവും ഉന്നതമായ അനുഭവങ്ങളിൽ കൂടെ തന്നെ പോകും. ദൈവത്തിന്റെ പ്രഭുവാണ് ആ ഇസ്രയേൽ എന്നുള്ള വേർഡിന്റെ അർത്ഥം. പക്ഷേ അവിടെ നിന്നോണ്ട് യാക്കോബിന്റെ ഒരു മകൻ ജോസഫ്, ഇതൊക്കെ ഇപ്പം പറയുന്ന ഉൽപ്പത്തി 15 അബ്രഹാമിനോട് സന്തതി ജനിക്കുന്നതിന് മുമ്പെയുള്ള പ്രവചനത്തിന്റെ വാക്തത്വത്തിന്റെ പൂർത്തീകരണമാണ്. യാക്കോബിന്റെ ഒരു മകനായ ജോസഫ് 17ാമത്തെ വയസ്സിൽ ഒരു സ്വപ്നം കണ്ടത് നിമിത്തം, ഒന്നല്ല 2 സ്വപ്നങ്ങൾ കണ്ടത് നിമിത്തം സഹോദരന്മാര് വെറുക്കുകയും പിന്നെ പൊട്ടക്കിണറ്റിൽ പിടിച്ചിടുന്ന ചരിത്രങ്ങളൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതും ദൈവത്തിന്റെ ഒരു നിയോഗമായിരുന്നു. ഈ ജോസഫിനെ ഇസ്മായേലിയർ, ഈജിപ്തിലേക്ക് പോകുന്ന ഇസ്മായേലിയരെ കണ്ടു, അവർക്ക് വിറ്റ് കളഞ്ഞു, പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി. അങ്ങനെ ജോസഫ് ഈജിപ്തിൽ പോകുകയും ഈജിപ്തിനകത്ത് ആ കാരാഗ്രഹത്തിൽ അവിടെ നിന്നുകൊണ്ട് പൊത്തിഫർ എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ പൊത്തിഫർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഗവർണർ എന്ന, ഗവർണറുടെ വീട്ടിലെ ഒരു അധികാരിയായി തീരുകയും, ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. ആ ഗവർണറുടെ വീട്ടിലെ ഒരു അധികാരിയായി തീർന്നു. ജോസഫിന്റെ 9ാമത്തെ വയസ്സിലാണ്. നിങ്ങൾക്ക് കണക്കുകൾ നിങ്ങൾ പഠിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ആ ജോസഫിന്റെ 39ാമത്തെ വയസ്സിൽ ബൈബിളിലുണ്ട്. അല്ലെങ്കിൽ 7 വർഷത്തെ ക്ഷാമം കഴിഞ്ഞു,
അടുത്ത 2 വർഷത്തെ ക്ഷാമം കൂടെ ആയപ്പോഴാണ് സഹോദരന്മാർ, യാക്കോബിന്റെ സഹോദരന്മാർ എല്ലാവരും ഈജിപ്തിൽ ധാന്യം കൈക്കൊള്ളാൻ വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ 39-ാമത്തെ വയസ്സിലാണ് യോസഫിന്റെ അടുക്കൽ തന്റെ അപ്പനായ യാക്കോബും വരുന്നതെല്ലാം. അപ്പം അടുത്തത് അവിടെ ഇവര് വരുന്നത്, യാക്കോബിന്റെ 12 മക്കളായിരുന്നു. പക്ഷെ ഈജിപ്തിൽ വരുന്നത് 70 ദേഹികളായിട്ടാണ് ഇവർ ഈജിപ്തിലേക്ക് വരുന്നത്. പക്ഷേ ഈ 70 ദേഹികളെല്ലാം കൂടെ വന്നു. ജോസഫ് അവർക്ക് റംസേസിലും ഗോശൻ ദേശത്തും അവകാശം കൊടുത്തു. ഇവരവിടെ പോയി അവരുടെ അവകാശം സ്ഥാപിച്ചു, അവിടെ താമസിക്കാൻ വേണ്ടി തുടങ്ങി. കാരണം അവര് ഇടയന്മാരായത് കൊണ്ട് ഫറവോനോട് പറഞ്ഞിട്ട് നൈലിന്റെ അല്ലെങ്കിൽ പച്ചപ്പുള്ള എക്കലുള്ള ആ സ്ഥലമാണ് ഇടയന്മാർക്ക് വേണ്ടി കൊടുത്തത്. ഇവിടെ വെച്ച് ആണ് ജോസഫ് ഏകദേശം 110-ാമത്തെ വയസ്സിൽ മരിച്ചു. 30-ാമത്തെ വയസ്സിൽ ജോസഫ് ഈജിപ്തിലെ അവിടുത്തെ ഒരു സെക്കൻഡ് ഇൻ കമാൻഡായി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു അധികാരിയായി തീർന്നു. 39-ാമത്തെ വയസ്സിൽ, ജോസഫിന്റെ 39-ാമത്തെ വയസ്സിൽ തന്റെ പിതാവും തന്റെ സഹോദരന്മാരും അവരുടെ പുത്രന്മാരും എല്ലാം കൂടെ കനാൻ ദേശത്ത് നിന്നുകൊണ്ട് ഈജിപ്തിൽ വന്നു. ജോസഫ് 110-ാമത്തെ വയസ്സിൽ മരിച്ചു. പക്ഷെ ജോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ വരികയും ജോസഫിന്റെ അല്ലെങ്കിൽ യാക്കോബിന്റെ മക്കളെ അടിമകളാക്കുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ടാണ് ഈ അടിമത്തം, പുറപ്പാട് പുസ്തകം 1-2 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അവിടുന്നാണ് അടിമത്തം തുടങ്ങുന്നത്. ഇസ്രയേൽ എന്ന് പറഞ്ഞ ഈ ജനം അടിമത്തത്തിൽ പോകേണ്ടി വന്നു ഈജിപ്തിൽ. അടിമത്തം ഏകദേശം 400 സംവത്സരം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ 400 സംവത്സരം 4 തലമുറ എന്നാ പറഞ്ഞ്. ഈ 4 തലമുറ ഇവർ അടിമത്തത്തിൽ കിടക്കുക. ഈ അടിമത്തത്തിൽ കിടക്കുന്ന സമയത്താണ് ഇവരെ ദൈവം നേഷനായി ബിൽഡ് ആക്കുന്നത്. പക്ഷെ അടിമത്തത്തിൽ കിടക്കുന്ന സമയത്ത്, അടിമത്തം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനകത്തൂടെ ദൈവത്തിന്റെ പല ബ്ലെസ്സിങ്ങുകൾ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്, ഈ ജനം പീഡിപ്പിക്കും തോറും ഇവർ കുറയുകയല്ലായിരുന്നു, ഈ ജനം വർദ്ധിക്കുകയായിരുന്നു. ഒന്ന്, ദൈവം അബ്രഹാമിനോടുള്ള ഒരു വാഗ്ദത്തമായിരുന്നു, നിന്റെ സന്തതികളെ ഞാൻ നക്ഷത്രങ്ങളെ പോലെ ആക്കാം, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കാം, കടൽ തീരത്തെ മണൽ പോലെ എണ്ണമറ്റതാക്കാമെന്നുള്ള വാഗ്ദത്തം ഈ ജനത്തിന്റെ മീതെ കിടക്കുന്നത് കൊണ്ട് ഇവരെ എത്രമാത്രം പീഡിപ്പിക്കും തോറും ഇവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 2, പക്ഷേ ഈ വാഗ്ദത്തത്തിന്റെ അവസാനം അല്ലെങ്കിൽ ഈ പ്രവാസത്തിന്റെ അവസാനം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അടുത്തൊരു വാഗ്ദത്തം നിവൃത്തിയാകുക, നീ ഇറങ്ങുമ്പോൾ വെറുതെ ഇറങ്ങേണ്ടി വരത്തില്ല, നിന്റെ സന്തതികളെ ഞാൻ സമ്പന്നരായി പുറത്തെടുക്കും, നിന്നെ വെറുതെ ഞാൻ എടുക്കത്തില്ല. പക്ഷെ ഈ ഒരു സമ്പത്തെല്ലാം ചരിത്രങ്ങൾ പറയുന്നു, ഇവർ പുറത്തിറങ്ങും. 430 സംവത്സരം കഴിഞ്ഞ് ഇവർ പുറത്തിറങ്ങുമ്പോൾ ഇവർ ഭയങ്കര വെൽത്ത് കിട്ടി. ദൈവം തന്നെ അവിടെ പറയുന്നുണ്ട്, ഉൽപ്പത്തി 15-ൽ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 3-ൽ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകം 12-ൽ പറയുന്നുണ്ട്, ഞാൻ മിസ്രയീമ്യരോട് നിങ്ങളോട് കരുണ തോന്നുമാറാക്കും, നിങ്ങൾ അവരോട് വെള്ളി ആഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും മേടിച്ച് നിന്റെ മക്കളെ ധരിപ്പിക്കുകയും മിസ്രയീമ്യരെ കൊള്ളയിടുകയും വേണം എന്നുള്ള വാക്ക് ദൈവം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അനേകർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വേർഡ്, ദൈവം കൊള്ളയിടാൻ പറയുമോ, ദൈവം അങ്ങനെ ഒരു വാക്ക് പറയുമോ? യഥാർത്ഥത്തിൽ ആ വാക്കിന്റെ അർത്ഥം, അബ്രഹാമിനോട് ദൈവം, നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി, ഉൽപ്പത്തി 15 ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയട്ടെ, അബ്രഹാമിന്റെ 85-ാമത്തെ വയസ്സിൽ ദൈവം ഇതെല്ലാം പ്ലാൻ ചെയ്തേക്കുക. ഇനി ജോസഫിന്റെ ചരിത്രം വരുമ്പോൾ അബ്രഹാമിന്റെ കൊച്ചുമകന്റെ മകൻ, ഇസഹാക്കിന്റെ മകനായ യാക്കോബിന്റെ മകനായ ജോസഫ്, ഈ ജോസഫിന് സ്വപ്നം കൊടുത്തതും ഈജിപ്തിൽ കൊണ്ടുചെല്ലുന്നതെല്ലാം. ഈജിപ്തിനെ കുറിച്ച് പറയുന്ന ഒരു ചരിത്രം കൂടെ പറയാം. ഈജിപ്റ്റ് ഒരു നല്ല രാജ്യമല്ലായിരുന്നു. ദൈവം അബ്രഹാമിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈജിപ്തിലേക്ക് ഇറങ്ങി പോകരുത്. ഇസഹാക്കിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഈജിപ്തിലേക്ക് പോകല്ല്. യാക്കോബിനോടും ദൈവം ഈജിപ്തിലേക്ക് പോകാൻ ദൈവം പെർമിഷൻ കൊടുത്തത് കൊണ്ടാണ് പോകുന്നത്. യാക്കോബ് ചോദിച്ചു, കർത്താവേ ഞാൻ ഈജിപ്തിലോട്ട് പൊക്കോട്ടെ? ദൈവം പറഞ്ഞു, നീ പൊക്കോ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഈജിപ്തിലോട്ട് പോകാൻ പല സമയത്തും ബൈബിള് പഠിക്കുമ്പോൾ ദൈവം അനുവാദം കൊടുക്കാത്ത സ്ഥലമാണ്. കാരണം ഈജിപ്റ്റ് ഒരു വിക്ടഡ് പ്ലേസ് എന്ന എബ്രായരിൽ കൂടെ ബൈബിളിൽ കൂടെ പഠിക്കുന്നത്. ഈജിപ്റ്റ് ഒരു സപ്രസ്ഡ് പ്ലേസാണ് ഈജിപ്തിലേക്ക്. പക്ഷെ ഈ സപ്രസ്ഡ് പ്ലേസിലാണ് ഇവർ വർദ്ധിപ്പിച്ചത്, ഇവരെ വർദ്ധിപ്പിച്ചത്, ഇവർ അനുഗ്രഹിക്കപ്പെട്ടതും.
അങ്ങനെ ഈ വെൽത്ത് മൊത്തം, ഈ രാജ്യത്ത് വെൽത്ത് മൊത്തം വരാനുള്ള ഏക കാരണം ജോസഫായിരുന്നു. കാരണം ജോസഫിന്റെ മേൽ ദൈവം പകർന്ന ഒരു ഭയങ്കര ജ്ഞാനം ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം എനിക്ക് തോന്നുന്നു 37 അധ്യായത്തിലാന്ന് തോന്നുന്നു, ഭയങ്കര സമ്പന്നതയുടെ ഉൽപ്പത്തി പുസ്തകം, ഞാനൊന്ന് നോക്കിയോട്ടെ. ഉൽപ്പത്തി പുസ്തകം 47 പറയുന്ന ആ വാക്കുകൾ, ഞാൻ വാക്യങ്ങളെല്ലാം വായിക്കുന്നില്ല, പക്ഷെ ആ റെഫറൻസ് ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 47:13 തൊട്ട് അങ്ങോട്ട് താഴോട്ട് വായിക്കാമെങ്കിൽ ഏകദേശം 31 വരെ വായിക്കാമെങ്കിൽ, അതിന്റെ എക്സ്പ്ലനേഷൻ ഇന്ന് പറയാൻ പറ്റുന്നില്ല. മൃഗസമ്പത്ത് ദേശത്തെ പണം മൊത്തം ധാന്യം കൊടുത്ത് ജോസഫ് വിലക്ക് മേടിച്ചു. ദേശത്തെ മൃഗസമ്പത്തിനെ മൊത്തം ജോസഫ് മേടിച്ചു, അല്ലെങ്കിൽ ഫറവോന് വേണ്ടി പാണ്ഡികശാലയിൽ കൂട്ടി ജോസഫ് മേടിച്ചു. ദേശത്തെ വസ്തുവകകൾ, പുരോഹിതന്മാരുടെ വസ്തുവകകൾ ഒഴികെ ബാക്കി മൊത്തം വസ്തുവകകൾ, ജനത്തെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ഈജിപ്ഷ്യൻസ് മേടിച്ചു. ദൈവത്തിന്റെ ഒരു പ്രവചനമായിരുന്നു, ഈജിപ്റ്റ് വെൽത്തിയസ്റ്റ്, അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നുകൊണ്ട് വെൽത്ത് മൊത്തം ഇസ്രായേൽ മക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഞങ്ങൾ ഈ വാക്ക് പറയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽ ഉണ്ട്. സമയ ചുരുക്കം കൊണ്ട് ഞങ്ങളുടെ ആ ടോപ്പിക്കിൽ തന്നെ നിൽക്കുക. എന്തുകൊണ്ട് ഇസ്രായേൽ എന്നുള്ളത്, ഇസ്രായേൽ മക്കൾ മിസ്രൈമിനെ കൊള്ളയിട്ടു എന്നുള്ള വാക്കിന്റെ അകത്ത് നിന്നാൽ അറിയാം, ഈ സമ്പത്ത് മുഴുവനും ഉണ്ടാക്കി കൊടുത്തത് ജോസഫ് ആയിരുന്നു. ആ ജോസഫ് വല്യപ്പച്ചൻ ഉണ്ടാക്കി കൊടുത്ത സമ്പത്തും 430 സംവത്സരം ഇവരെ കഷ്ടപ്പെടുത്തിയിട്ട് അവർക്ക് കൊടുക്കാതിരുന്ന ഇവരുടെ വേതനവും അല്ലെങ്കിൽ ഇവരുടെ ശമ്പളവും ദൈവം അത് ഇവരുടെ കൈകളിലേക്ക്, നീതിമാനായ ദൈവം ഇവരുടെ കൈകളിലേക്ക് അതിന്റെ ഒരു ഭാഗം കൈമാറിയതാ. അന്ന് കൊള്ളയിടാൻ വേണ്ടി പറയുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഒത്തിരി വെൽത്ത് ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ അകത്തൂടെ ഇവർ ഒരിക്കലും തകർന്നു പോയില്ല. ഒപ്രസ്ഡ് സ്ഥലത്ത്, അല്ലെങ്കിൽ ഈ തകരപ്പെട്ട സ്ഥലത്താണ് ദൈവം ഇവരെ വർദ്ധിപ്പിച്ചത്. ഈജിപ്തിനെ കുറിച്ചുള്ള ഈ ഒരു ചരിത്രം ഇങ്ങനെയാ പാസ്റ്ററുടെ അഭിപ്രായം കൂടെ ഒന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന പാസ്റ്ററെ. ഈജിപ്തിനെ കുറിച്ച്, അവിടെ നിന്നുള്ള ഈ ഒപ്രസ്ഡ് സ്ഥലത്ത് ഇവർ തകർന്നില്ല, ഇസ്രായേൽ ജനം വർദ്ധിച്ചു, അവിടെ പെരുകയായിരുന്നു ചെയ്യില്ല. അവിടെ വെച്ചാണ് ഇവര് വർദ്ധിക്കുന്നതും വളരുന്നതും. അതെ പാസ്റ്റർ, ഈ 400 വർഷത്തെ ഒരു കണക്ക്, പ്രവാസത്തിന്റെ കണക്ക് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിക്കാൻ എടുത്തൊരു പീരീഡാണ്. അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ യാക്കോബാണ് പിന്നെ ഇസ്രായേൽ എന്ന പേര് സ്വീകരിച്ച് ആ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ പിതാവെന്ന് വിളിക്കാൻ കഴിയുന്നത് യാക്കോബിനെയാണ്. യാക്കോബിൻ്റെ 12 മക്കളുമാണ് ഇസ്രായേലായി മാറുന്നത്. അപ്പോൾ ഇവരെ വർദ്ധിപ്പിക്കാൻ ദൈവം എടുത്ത സമയമാണിത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഇവരെ ദൈവത്തിൻ്റെ ഒരു രാഷ്ട്രമാക്കി, നേഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് ഒരു ദോഷം കൊണ്ടല്ലല്ലോ സംഭവിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു ജനതയാക്കി മാറ്റുവാൻ, ഒരു നേഷ്യനാക്കി മാറ്റുവാൻ ദൈവത്തിന് സമയം വേണം. ആ സമയമാണ് ഈ പറഞ്ഞ 4 തലമുറയെന്നോ അല്ലെങ്കിൽ 400 വർഷമെന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ചർച്ചിൽ വചനം പറഞ്ഞപ്പോൾ ഈ കാര്യം ഒന്ന് മെൻഷൻ ചെയ്തു. ഇത് ബയോളജിക്കൽ പ്രൊപ്പോർഷനിലുള്ളൊരു ഗ്രോത്ത് അല്ല. കാരണം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് നമ്മുടെയൊക്കെ കുടുംബയോഗങ്ങളാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ നമുക്ക് കുടുംബയോഗങ്ങളുണ്ട്. അപ്പോൾ ഈ മിക്കവാറും എല്ലാ കുടുംബങ്ങൾക്കും ഒരു കുടുംബയോഗ ചരിത്രമുണ്ട്. മിക്കവാറും നമ്മളുടെ കുടുംബയോഗ ചരിത്രത്തിലൊക്കെ ഒരു 4 തലമുറ, 4 നൂറ്റാണ്ടിലൊക്കെ ചരിത്രം എഴുതിയ കുടുംബയോഗ പുസ്തകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പുസ്തകം മുഴുവൻ കുത്തിയിരുന്ന് നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു 400 വർഷം കൊണ്ട് ഒരു കുടുംബം 1000 പേരായിട്ടൊക്കെയാണ് വളർന്നിട്ടുള്ളത്. അല്ലെങ്കിൽ 2000 പേരുള്ള കുടുംബം. 2000 പേരുള്ള കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ വലിയ കുടുംബങ്ങളാണ്. ഞങ്ങൾ വലിയ കുടുംബമാണെന്ന് പറയുന്നവരൊക്കെ ഒരു 2000 വരെയൊക്കെ കാണും, അല്ലെങ്കിൽ അതിൽ സ്വല്പം കൂടെ ഒക്കെ കൂടുതൽ കാണും. അപ്പോൾ 400 വർഷം കൊണ്ട് നമ്മുടെ മലയാളിക്കരയിലെ ആളുകൾ വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ കുടുംബങ്ങൾ വളർന്നിട്ടുള്ളത് 2000-ഓ 3000-ഓ ഒക്കെ ആയിട്ടാണ്. മക്കൾ കുറവായതുകൊണ്ടൊന്നും അല്ല കേട്ടോ, അങ്ങനെ ആരും പറയരുത്. യാക്കോബിന് 12 മക്കളുണ്ടായിരുന്നെങ്കിൽ 12-ലധികം മക്കൾ നമ്മുടെ പഴയ അപ്പച്ചന്മാർക്കുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ. അപ്പോൾ ഇത് ബയോളജിക്കൽ പ്രൊപ്പോർഷൻ അല്ല. ഈ യാക്കോബിൻ്റെ 12 മക്കൾ, അവരുടെ മക്കൾ, ജോസഫ് മക്കൾ എല്ലാം കൂടി 70-ഓ 72-ഓ പേരാണ് മിസ്രൈമിലേക്ക് ചെന്ന് കയറുന്നത്. അതെ, അങ്ങനെ 2 കണക്ക് പറയുന്നുണ്ട് അല്ലേ? അതെ, 60-70 എന്നുള്ളത് നമുക്ക് ജനറലി വെക്കാൻ പറ്റും. പിന്നെ
ജോസഫിന്റെ 2 മക്കൾ, അവിടെ ജനിച്ച 2 മക്കൾ അവിടെ മക്കൾ ഉണ്ടായിരുന്നു. എഫ്രീമിനെയും അതെ, മനശ്ശെയും കൂടെ കൂട്ടിയാണ് 72 എന്നുള്ള കണക്കൊക്കെ പറയുന്നത്. എന്തായാലും exactly, correct. 72 പേര് അവിടെ ചെന്ന് കയറിയിട്ട് 200 ചില്ലുവാനോ അല്ലെങ്കിൽ 4 തലമുറയിൽ നിന്ന് അങ്ങ് കൂട്ടിക്കും. വർഷത്തിൻ്റെ കണക്ക് നോക്കണ്ട. അത്രയും സമയം കൊണ്ട് പുറത്തു വരുമ്പോൾ സമ്മിശ്ര ജാതി ഉൾപ്പെടെ ഒരു 30 ലക്ഷം പേരുടെ ഒരു ജനതയായി മാറി എന്ന് പറഞ്ഞാൽ ഇത് ഏത് പ്രൊപ്പോർഷനാണ്? ഇത് ഹ്യൂമൻ റീസണിങ്ങിന് അപ്പുറമായ വളർച്ചയാണ്. ഉം. ഈ വർധനവിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അത് നമ്മുടെ മാനുഷിക ശക്തിക്ക് അപ്പുറമായിട്ട് ദൈവശക്തി വ്യാപരിച്ചുണ്ടാകുന്നൊരു വർധനവിന് ഏറ്റവും വലിയ തെളിവാണ് 4 തലമുറ കൊണ്ട് ഉം. 4 തലമുറ കൊണ്ട് ഒരു ദേശം ഉണ്ടാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ, ഒരു രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ആ 400 സംവത്സരം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് പ്രവാസത്തിൽ പാസ്റ്റർ മുമ്പേ പറഞ്ഞതുപോലെ കൊണ്ടുപോയത് എങ്ങനെയുള്ള ദേശത്തേക്കാണ് പാസ്റ്റർ പറഞ്ഞത്? അടിമത്തം. ഞാനത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുമായിരുന്നു പാസ്റ്റർ. ഈ ജോസഫിൻ്റെ 47-ാം അധ്യായം അവിടെ പറയുന്നത് എല്ലാം ഫറവോൻ അങ്ങ് വിലയ്ക്ക് വാങ്ങിക്കുക. അതാരെയാ? സ്വന്തം നാട്ടുകാരെ, അല്ലെങ്കിൽ ഈജിപ്തുകാർക്ക് പോലും അവരുടെ നിലങ്ങൾ കൊടുക്കേണ്ടി വന്നു. അവരെ തന്നെ ഫറവോന് വിൽക്കേണ്ടി വന്നു. സാധാരണ ഒരു ദേശത്തിലെ രാജാവ്, ഭരണകർത്താവ് ആ ദേശക്കാരോട് ഒരു കരുണ കാണിക്കുക, അയൽവക്കത്തുകാരോട് ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ ചെയ്തെന്നിരിക്കും. പക്ഷേ ഫറവോൻ്റെ ദേശത്തിൻ്റെ പ്രത്യേകത സകലത്തെയും അടിമയാക്കുന്നൊരു ദേശമാണ് ഫറവോൻ. സ്വന്തം ദേശക്കാരെ അടിമയാക്കുന്ന ഒരു ദേശത്താണ് ഇസ്രായേൽ മക്കൾ പോയിട്ട് അവിടെ അടിമയാകുക എന്നുള്ളത് മാത്രമല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ KP കേശവമേനോൻ്റെ ആ പുസ്തകം വായിക്കുമ്പോൾ അദ്ദേഹം ഇസ്രായേലിൻ്റെ ചരിത്രം പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഫറവോൻ ചെയ്ത ഏറ്റവും വലിയ ഒരു ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കളുടെ പുരുഷന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ നശിപ്പിച്ചത്. പുരുഷന്മാരെ ഇല്ലാതാക്കുക. അപ്പോൾ KP കേശവമേനോൻ്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. എനിക്ക് രസകരമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞു, അത് ഫറവോൻ എന്തിനാണ് ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ, എനിക്കറിയില്ല, നമ്മൾ ഉപദേശിമാരാണെങ്കിൽ പറയാം വചന വെളിപ്പാടെന്ന് പറഞ്ഞു. ഇത് KP കേശവമേനോന് കിട്ടിയ ഒരു വെളിപ്പാടാണ്. അദ്ദേഹം പറയുന്നത്, ഈ പുരുഷന്മാരില്ലാതായി കഴിയുമ്പോൾ സ്ത്രീകൾ മാത്രമുള്ള ഒരു സമൂഹം, ആ സമൂഹം ഫോഴ്സ്ഡ് ആകും അവരുടെ കമ്മ്യൂണിറ്റി വിട്ട് വെളിയിൽ വിവാഹം കഴിക്കുവാൻ. അപ്പം കേശവമേനോൻ പറയുന്നത് ഇസ്രായേൽ ജനത എല്ലാ കാലത്തും അവരുടെ തനിമ കാത്തു സൂക്ഷിക്കുമായിരുന്നു. ഇപ്പം അബ്രഹാം ആണെങ്കിലും യാക്കോബ് ആണെങ്കിലും അവർ ഏത് ദേശത്ത് നിന്നാലും അവരുടെ തനിമ കാത്തു സൂക്ഷിക്കും. അപ്പോൾ ഫറവോൻ്റെ പ്രശ്നം ഇവരുടെ തനിമ ഇല്ലാതാക്കണം. ഇവരുടെ തനിമ ഇല്ലാതാക്കി ഇവരെ മിസ്രൈമ്യരാക്കി മാറ്റണം. പക്ഷേ ഇസ്രായേൽ ജനത ഒരു കാരണവശാലും ഇവരോട് ഇടപഴകി ജീവിക്കുന്നില്ല. ഇത് നിങ്ങൾ യേശുദേവൻ എന്നുള്ള പുസ്തകം ഒന്ന് വായിച്ച് നോക്ക്. ആ പുസ്തകത്തിൻ്റെ അകത്ത് മലയാളിയായ സെക്കുലറായിട്ടുള്ള ഒരു വ്യക്തി എഴുതുകയാണ്, ഫറവോൻ്റെ ബുദ്ധി അതായിരുന്നു, പുരുഷപ്രജയെ ഇല്ലാതാക്കി കളഞ്ഞാൽ പിന്നെ സ്ത്രീകളെ ശേഷിക്കത്തുള്ളൂ, സ്ത്രീകളെ സുഖമായിട്ട് മിസ്രൈമ്യരുമായിട്ട് വിവാഹം കഴിച്ച് ഈ ജനത ഇല്ലാതാക്കി കളയാം, പിന്നെ ഇസ്രായേൽ എന്നൊരു ജനത ഇല്ല എന്ന് ഫറവോൻ ചിന്തിച്ചു. ഫറവോൻ ഈ ജനത വളർന്ന് ഫറവോൻ ഒരു ഭീഷണിയാകാതിരിക്കാൻ ചെയ്ത ഒരു ബുദ്ധിയായിട്ടാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. പക്ഷേ ദൈവജനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരെന്ന നിലയിൽ അതിനെ വേറൊരു ആംഗിളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ദൈവം നിർമ്മിക്കുവാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ 4 തലമുറ കൊണ്ട് ഫറവോൻ്റെ മടിത്തട്ടിലിട്ട് മോശയെ വളർത്തിയെന്ന് പറഞ്ഞതുപോലെ ഫറവോൻ്റെ മടിത്തട്ടിലിട്ട് ഒരു നേഷ്യനെ ദൈവം വളർത്തി. ശരിക്കും ഈ മടിത്തട്ടെന്നൊക്കെ പറയുമ്പോൾ പാസ്റ്ററെ അതിന് മറ്റൊരു പ്രയോഗമുണ്ട്. അതായത് നൈൽ നദിയുടെ മടിത്തട്ടാണ് ഈജിപ്റ്റ്. നൈൽ നദിയുടെ മടിത്തട്ടിലിട്ട് ദൈവം തൻ്റെ നേഷ്യനെ വളർത്തി എന്ന് പറഞ്ഞാൽ അത് ഈജിപ്തിലെ പിരമിഡുകളല്ല ലോകാത്ഭുതങ്ങൾ, അത് ഇസ്രായേൽ എന്ന രാഷ്ട്രമാണ്. ഈജിപ്തിലെ പിരമിഡ് ഫറവോൻ ഉണ്ടാക്കി എടുത്തു. പക്ഷേ ഫറവോൻ അറിയാതെ മറ്റൊരു ലോകാത്ഭുതം നൈലിൻ്റെ മടിത്തട്ടിൽ വളർന്നു വരികയായിരുന്നു. ഫറവോൻ അറിയാതെ മറ്റൊരു ലോകാത്ഭുതം നൈലിൻ്റെ മടിത്തട്ടിൽ വളർന്നു വരികയായിരുന്നു. ഫറവോൻ്റെ മടിത്തട്ടിൽ വളർന്ന മോശയും 4 തലമുറ കൊണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൻ്റെ മടിത്തട്ടിൽ വളർന്ന, ബയോളജിക്കൽ പ്രൊപ്പോർഷനിലല്ല, 4 തലമുറ കൊണ്ട്, അല്ലെങ്കിൽ 400 വർഷങ്ങൾ കൊണ്ടോ എന്തും നമുക്ക് പറയാം, 30 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കൂട്ടമായിട്ട് വളർന്നു വന്നത്
ദൈവത്തിൻ്റെ കാലക്കണക്കുകളുടെ ഒരു പൂർത്തീകരണമാണ്. ഉം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 400 വർഷത്തെ ഒന്നുകൂടെ വേറൊരു വിഷയമായിട്ട് ഇത് കണക്ട് ചെയ്ത് പറയുമോ ഫാസ്റ്ററെ? നമ്മുടെ ഈ ന്യായാധിപന്മാരുടെ കാലമുണ്ടല്ലോ, 400 വർഷമാണ്. അതെ. ഈ ന്യായാധിപന്മാരുടെ 400 വർഷത്തിന് ശേഷമാണ് രാജഭരണം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു 400ൻ്റെ കണക്ക് നമ്മൾ കാണുന്നുണ്ട്. ജോഷുവ കൊണ്ടുവന്ന് ഒരു ജനതയെ കൊണ്ടുവന്ന് ഈ കനാൻ ദേശത്ത് കൊണ്ടാക്കി. ആ ജനത സത്യത്തിൽ ഒരു രാജാവില്ലാത്ത ജനതയായി 400 വർഷം ന്യായാധിപന്മാരാൽ ഭരിക്കപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്. പക്ഷേ എല്ലാ കാലത്തും ഇവരങ്ങനെ കഴിയണമെന്നല്ല ദൈവത്തിൻ്റെ പദ്ധതി. കാരണം വളരെ വ്യക്തമായിട്ട് മോശ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരു രാജാവിനെ നിങ്ങൾ ഫ്യൂച്ചറിൽ തിരഞ്ഞെടുക്കും. അപ്പോൾ സ്വജാതിക്കാരനായ ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കണം രാജാവ്, പുറത്തുള്ളൊരുത്തിനെ രാജാവായി തിരഞ്ഞെടുക്കല്ലേ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. നിങ്ങൾ കുതിരകളെ അധികം സമ്പാദിക്കരുത്. കുതിരകളെ സമ്പാദിക്കണമെങ്കിൽ മിസ്രൈമിലേക്ക് പോകേണ്ടി വരും. മിസ്രൈമിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകരുത്. പിന്നെ പറഞ്ഞു, അധികം ഭാര്യമാരുണ്ടാകരുത്. വെള്ളിയും പൊന്നും ഒന്നും എന്ത് ചെയ്യരുത്, സമ്പാദിക്കരുത്. കഴിഞ്ഞ ദിവസം എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യം, ഇത് 3 ഇസ്രായേലിലെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ ഇത് 3 ലംഘിച്ച വ്യക്തിയാണ് ശലോമോൻ. ശലോമോന് 12,000 അല്ലേ, 12,000 10,000 10,000 കുതിര ഉണ്ടായിരുന്ന മിസ്രൈമെ കുതിര 10,000. അപ്പോൾ ദൈവം പറഞ്ഞു കുതിരയെ സമ്പാദിക്കില്ലെന്ന്. അതേ ശലോമോൻ പോയി 10,000 അല്ലെങ്കിൽ 12,000 കുതിര ഓർമ്മയിൽ നിന്ന് പറയുകയായതുകൊണ്ട് മിസ്രൈമിൽ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് മാത്രമല്ല, കുതിരയെ മേടിക്കാൻ പോയ കൂട്ടത്തിൽ ഫറവോൻ്റെ മകളെയും കല്യാണം കഴിച്ച്. അപ്പം അതും ലംഘിച്ചു, ഇതും ലംഘിച്ചു. പിന്നെ ശലോമോന് അനവധി വെള്ളിയും പൊന്നും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ലംഘിച്ച സാന്ദർഭികമായിട്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം 400 വർഷത്തിന് ശേഷം ഒരു രാജഭരണം എന്ന ഒരു പുതിയ സംവിധാനം അത് വരണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ശരിക്കും 400 വർഷം കൊണ്ട് ഈ അടിമത്തത്തിലായിരുന്ന ജനതയെ കൊണ്ടുവന്ന് കനാനിലാക്കിയിട്ട് ഒരു രാജഭരണത്തിന് വേണ്ടി ഒരു ജനതയെ പ്രിപ്പയർ ചെയ്യാൻ എടുത്തത് 400 വർഷമാണ്. ഈ രാജഭരണത്തിൻ്റെ പ്രത്യേകത എന്താ? രാജഭരണം എന്ന് പറയുമ്പോൾ ശൗലിലല്ല നമ്മൾ തുടങ്ങേണ്ടത്, ദാവീദിലാണ് തുടങ്ങേണ്ടത്. കാരണം ദാവീദാണ് ടിപ്പിക്കൽ കിങ്. കർത്താവ് യേശു ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്ന ടിപ്പിക്കൽ കിങ് ദാവീദാണ്, ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്നവൻ്റെ രാജ്യം തുടങ്ങുക എന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ നിഴലാണത്. അപ്പോൾ ഇത് ഇങ്ങനെ കുറേ കണക്കുകൾ വേദോസത്തിലുണ്ട്. ഈ പറഞ്ഞ മിസ്രൈമിൽ കൊണ്ടുപോയി ഒരു ജനതയെ ദൈവജനമാക്കി. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒക്കെ പറയത്തില്ലേ, മിസ്രൈം ലോകമാണെന്നും ലോകത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നാണെന്നും ഒക്കെ പറയത്തില്ലേ. അങ്ങനെ ലോകമാകുന്ന മിസ്രൈമിൽ നിന്ന് 400 വർഷങ്ങൾ കൊണ്ട് ഒരു അസാധാരണ അത്ഭുതമാക്കി ഒരു ജനതയെ പുറത്തു കൊണ്ടുവന്നു. 400 വർഷം ഒരു വളർച്ചയുടെ കാലഘട്ടമാണ്. 400 വർഷം ദൈവം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എടുത്ത കാലഘട്ടമാണ്. പിന്നെ പാസ്റ്റർ പറഞ്ഞ ഒരു വാക്യം പാസ്റ്റർ ഒന്ന് മെൻഷൻ ചെയ്ത് വിട്ടല്ലോ, ഉൽപ്പത്തി 15 നിന്ന് അമോര്യരുടെ അതിക്രമം ഇതുവരെയും തികഞ്ഞിട്ടില്ല. അത് ഭയങ്കര ഡെപ്തുള്ള വചനമാണ് പാസ്റ്റർ. കാരണം ഈ അമോര്യരുടെ അതിക്രമം എന്ന് പറയുമ്പോൾ 400 വർഷത്തിന് ശേഷം ഈ ജനതയുടെ ഡെലിവറൻസിനുള്ള സമയമാകുമ്പോൾ അതേ സമയത്ത് തന്നെ മറുഭാഗത്ത് ഇവർ റിമൂവ് ചെയ്യേണ്ട കുറേ ആളുകളുടെ ലിസ്റ്റ് അവിടെ പറയുന്നുണ്ട്. അമോര്യരെ കുറിച്ച് മാത്രമല്ല, 15-ാം അധ്യായത്തിന്റെ ലാസ്റ്റിൽ കുറേ ആളുകളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങൾ അതിക്രമം ചെയ്ത് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ടൈമിംഗ് ആകുമ്പോഴാണ് ഇവർ ഡെലിവർ ആകുന്നത്. കാരണം ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവം ഒരുത്തിനെ വെറുതെ നശിപ്പിക്കത്തില്ല. ഇപ്പം ദൈവത്തിന് വേണമെങ്കിൽ യാക്കോബിനെ മക്കളെ അന്ന് തന്നെ പിടിച്ച് രാഷ്ട്രമൊക്കെ ഏൽപ്പിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീതിയുള്ള പ്രവൃത്തിയല്ല. കാരണം അമോര്യര് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ, താഴെ പറഞ്ഞ ലിസ്റ്റിലെ രാജ്യങ്ങൾ, അവരെ റിമൂവ് ചെയ്യത്തക്കവണ്ണം അതിക്രമം ചെയ്ത് അവരുടെ മേലുള്ള ആ ഒരു വെർഡിക്റ്റ് അല്ലെങ്കിൽ അവരുടെ മേലുള്ള ഒരു എന്താ പറയുന്നത് ന്യായവിധിയുടെ കൽപ്പന പുറപ്പെടത്തക്കവണ്ണം അവർ തെളിയിക്കുന്നിടം വരെ ദൈവം വെയിറ്റ് ചെയ്യും. ഇത് മനസ്സിലാക്കണമെങ്കിൽ സോദോം ഗോമോറയുടെ ചരിത്രം നോക്കിയാൽ മതി. സോദോം ഗോമോറയെ വെറുതെ ദൈവത്തിന് നശിപ്പിക്കാൻ ഒക്കത്തില്ല. സോദോം ഗോമോറയെ ദൈവത്തിന് നശിപ്പിക്കണമെങ്കിൽ ആ ജനതയുടെ പാപം അത്രയും ഉയർന്നു വരണം. അവരുടെ അതിക്രമം വർദ്ധിച്ചിട്ട് അവസാനം
ഭൂമി നിലവിളിക്കുന്നൊരു ഘട്ടമുണ്ട്. ഭൂമിക്ക് സഹിക്കാൻ പറ്റാതെ, പ്രവാചകൻ പ്രവചിച്ചതുപോലെ ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്ന, അതിൻ്റെ അകർത്യഭാരം അതിന് വഹിക്കാൻ കഴിയാതെ ഭൂമി നിലവിളിച്ച് ഭൂമി തന്നെ ദൈവത്തോട് പറയുന്നു, ഇത് മാക്സിമമായി, ഇത് ഭൂമിക്ക് താങ്ങുന്നതിൽ അപ്പുറമായി എന്ന് പറയുമ്പോഴാണ് ദൈവം തൻ്റെ ന്യായവിധി അയക്കുന്നത്. അപ്പോൾ ആ ന്യായവിധിയെ ആർക്കും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ശരിയല്ലേ പാസ്റ്റർ ഈ പറഞ്ഞത്? എനിക്കൊന്ന് ഈ അമോര്യരുടെ വിഷയവും അല്ലെങ്കിൽ ജാതികളെ നീക്കിയ വിഷയം വളരെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഒരു നീതിമാനെ അല്ല അവൻ്റെ നാട്ടിൽ നിന്ന് പിടിച്ചിറക്കി വിട്ടത്, അതിക്രമം ചെയ്ത് അതിൻ്റെ പീക്കിലെത്തിയിട്ട് ഭൂമി നിലവിളിക്കുക, യവന്മാർ ഇവിടെ നിന്ന് നീക്കണമെന്ന്. ഈ സാധാരണയായിട്ട് ഈ സെക്കുലർ മീഡിയയിലുള്ളവരൊക്കെ ഈ വിഷയം പറയും, പാസ്റ്ററെ അബ്രഹാമും മക്കളും അധിനിവേശക്കാരായിരുന്നു, നല്ല മനുഷ്യരായിട്ടുള്ള കുറേ പേര് ഭൂമിയിൽ ജീവിച്ചവരെ നീക്കം ചെയ്തിട്ടാണ് ഇവരൊക്കെ കയ്യേറിയത്. സത്യം അതല്ല ചരിത്രം. ആ വാക്യത്തിന് അർത്ഥമുണ്ട്, അമോര്യരുടെ അതിക്രമത്തിന്. അപ്പം അമോര്യരുടെ അതിക്രമം തികയുന്നത് എപ്പോഴാണ്? 400 വർഷം എടുക്കും. അവൻ്റെയും ഒരു സൈഡിൽ ഒരു ജനത നീതിയോടുകൂടെ ഒരു രാഷ്ട്രമായി പണിയപ്പെടുമ്പോൾ, മറു സൈഡിൽ പാപം വർദ്ധിച്ച് ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമായി നീക്കം ചെയ്യപ്പെടാൻ വേണ്ടി ഒരു ജനത വർദ്ധിക്കുകയാണ്. ഇത് ഭാവികാല ശാസ്ത്രവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാം. ഒരു സൈഡിൽ സഭ എടുക്കപ്പെടലിന് വേണ്ടി ഒരുക്കപ്പെടുമ്പോൾ, മറു സൈഡിൽ ഭൂമിയുടെ മേൽ പാപം വർദ്ധിച്ച് പെരുകി അന്ത്യ ന്യായവിധിക്ക് വേണ്ടി ഒരു തലമുറ ഒരുക്കപ്പെടുകയാണ്. ശരിയല്ലേ പാസ്റ്ററേ? ഈ വിഷയം ഒന്ന് തൊട്ടു പറയുകയാണെങ്കിൽ നല്ലത്. ഈ അമോര്യരുടെ അതിക്രമം, അമോര്യരുടെ അതിക്രമം എന്ന് പറയുന്ന ഒരു വിഷയവും അവിടെ ഉൽപ്പത്തി 15 അവിടെ ഒരു 7 or 8 ജാതികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അമോര്യർ, ഹിത്യർ, പെരിസ്യർ, എബൂസിയർ എന്നൊക്കെ പറഞ്ഞ് കുറെ ജാതികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ദൈവം അനുവദിച്ചാൽ എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ ചെയ്യാം, അതിന് അല്പം സമയം എടുക്കേണ്ടി വരും. എന്തുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തും കൊണ്ടാണ് ദൈവം ഈ ജാതികളെ നീക്കിക്കളയാൻ പറഞ്ഞതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ നാളുകൾക്ക് മുമ്പ് ഞാനൊന്ന് അല്പം പഠിക്കാൻ വേണ്ടി ഇടയായി. ഒരു ക്വസ്റ്റ്യന്റെ ബേസില ദൈവം ഇങ്ങനെ സെക്യുലർ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ എതിരെ ചോദിക്കുന്ന ഒരു ചോദ്യം, ദൈവം ക്രൂരനാണ്, ദൈവം എന്തും കൊണ്ടാണ് യുദ്ധം അനുവദിച്ചത്? ഈ കുറച്ച് ജാതികളെ നീക്കിക്കളയാൻ പറഞ്ഞു, വളരെ ചുരുക്കം ആൾക്കാരെ ദൈവം പറഞ്ഞു വെച്ചേക്കാൻ പറഞ്ഞു. അത് ദൈവം കാണിക്കുന്ന ഒരു നീതിയില്ലായ്മയല്ലേ എന്നൊക്കെ ഉള്ളത്. ഞാൻ ദൈവോചനത്തിൽ കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോൾ, പക്ഷെ ലിറ്ററലി ഈ ജാതികളെ എന്തും കൊണ്ടാണ് ദൈവം നീക്കിക്കളയാൻ പറഞ്ഞതെന്ന് ബൈബിളിൽ തന്നെ ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് പക്ഷെ വ്യക്തമായിട്ട് നമ്മൾ ആ സംഭവം കേട്ടാൽ, മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു നീതിബോധമുള്ള ഒരു അംശമെങ്കിലും ഉള്ളവർ ഈ സംഭവം ബൈബിളിൽ കൂടെ പറഞ്ഞേക്കുന്ന പഠിച്ചു കഴിഞ്ഞാൽ, ഇവരാരാണെന്നും ആരോടുള്ള ബന്ധം നിമിത്തമാ ചെയ്ത മ്ലേച്ഛതയുടെ എന്തുവാന്ന് ബൈബിൾ എഴുതി വെച്ചേക്കുക. ആ സ്ഥലത്തെക്കുറിച്ച് ഇന്നൊരു ക്ലൂ പറയാം പാസ്റ്ററെ. അമോര്യരെ കുറിച്ച് മാത്രമല്ല, ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നെ കൊണ്ടു ചെല്ലുന്ന ദേശത്തെ മര്യാദ പോലെ ഒരിക്കലും നീ ചെയ്യല്ലേ. ദേശം ഇവിടെ ഉണ്ടായിരുന്ന ജാതികളെ ബൈബിളിലെ വേർഡ് ഛർദ്ദിച്ചു കളഞ്ഞു. ദേശം ഇവിടെ ഉണ്ടായിരുന്ന അതുപോലെയായിരുന്നു അവരുടെ മ്ലേച്ഛതയെന്ന്. സോറി പാസ്റ്ററെ, അതാ പാസ്റ്റർ ഞാൻ പറഞ്ഞത്. ദേശം നിലവിളിക്കുന്നൊരു ഘട്ടമുണ്ട്. സഹിക്കാൻ വയ്യാതെ ദേശം തന്നെ പറയുക, ഈ ജനതയുടെ പാപം ഞങ്ങൾക്ക് വഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞൊരു മാക്സിമം ലെവലിൽ വരുമ്പോഴാണ് ഇത് ഛർദ്ദിച്ച് കളയുന്നുള്ള ആ പ്രയോഗം വേദോസത്തിൽ വരുന്നത്. അതെ 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 ഈ ദേശം ഇവരെ ഛർദ്ദിച്ചു കളഞ്ഞ ഭാഷ. അതിനകത്ത് ഒത്തിരി വേണമെങ്കിൽ അതിനകത്തെ വാക്യങ്ങളെല്ലാം നമുക്ക് എടുത്ത് അടുത്ത ദിവസങ്ങളിൽ ദൈവമക്കളെ വേണമെങ്കിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. എന്തുകൊണ്ട് അവരുടെ സിൻ എന്തുവായിരുന്നു? ഇസ്രയേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് ഇറങ്ങി കനാൻ ദേശം പ്രോമിസ് ലാൻഡ് വരെ എത്തുന്നിടം വരെ അവർ ജയിച്ചിരുന്നത് ഏകദേശം 33 രാക്ഷസ ജാതികളെ രാക്ഷസ ജാതികൾ 33 എണ്ണം. ഈ ജാതികളിൽ ഏറ്റവും ടോപ്പ് ആരായിരുന്നു അറിയാമോ? അമോര്യരല്ലായിരുന്നു, അമാലേക്കരായിരുന്നു. ഈ ജാതികളിൽ ഏറ്റവും ടോപ്പ് അമാലേക്കരായിരുന്നു. അത് സംഖ്യാപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. മോവാബ്യ രാജാവായ ബാലാക്ക് ബിലയാമിനെ പ്രവചിക്കാൻ കൊണ്ടുവരുമ്പോൾ ആ പ്രവചനത്തിലും എഴുതിയിട്ടുണ്ട്, ഈ ജാതികളിലെല്ലാം മുമ്പൻ അമാലേക്കായിരുന്നു.
അമാലേക്കിനെ കുറിച്ച് ഏറ്റവും ടോപ്പായിരുന്നു. ദൈവത്തിന്റെ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, അമാലേക്കിന്റെ ഓർമ്മയെ പോലും ഞാൻ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയുമെന്ന്. അമാലേക്കിനോട് തലമുറയായി ദൈവത്തിന് യുദ്ധമുണ്ടെന്നും അവന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയണമെന്നും ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു ജ്ഞാപക പുസ്തകം എടുത്ത് ഇത് ഓർമ്മയ്ക്കായിട്ട് എഴുതി വെക്കണം, അടുത്ത തലമുറയെ ഇത് വായിച്ചും കേൾപ്പിക്കണമെന്ന്. പക്ഷെ അമാലേക്കായിരുന്നു ഇതിനകത്തെ ടോപ്പ് ജാതി. ടോട്ടലി ഇസ്രയേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇറങ്ങി ജയിച്ചത് 33 ജാതികളെയാണ്. അതിൽ 31 എണ്ണത്തിന്റെ പേര് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 31 ജാതികളുടെ പേര് യോശുവയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ ജാതികളെ എല്ലാം തകർത്ത് കളയാൻ പറഞ്ഞതിന്റെ പിമ്പിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ മ്ലേച്ഛതയായിരുന്നു. ഈ മ്ലേച്ഛത എന്ന് പറഞ്ഞ പക്ഷെ മനുഷ്യ കുലത്തിനും കൂടെ ഇവരെ നശിപ്പിച്ചു കളയും. നോഹയുടെ കാലം പോലെ തന്നെ ദൈവം നോഹയുടെ കാലത്തെക്കുറിച്ച് പറയുന്നത്, ആ തലമുറയിൽ നീതിമാൻ എന്ന് പറയാൻ ഒറ്റ വ്യക്തിയുള്ളായിരുന്നു, നോഹയും കുടുംബവും എന്ന് പറയുന്നത് പോലെ ബാക്കിയുള്ള ജാതികളും കൂടെ, ആ ബാക്കിയുള്ള ജനം കൂടെ നിന്നു കഴിഞ്ഞാൽ എൻ്റെ മൃഗങ്ങളെ പോലും നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് ആ വേർഡുകൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൂടെ ഒത്തിരി എക്സ്പ്ലെയിൻ ഡീറ്റെയിൽ പറയാൻ, മൃഗങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു, എല്ലാ പച്ചവൃക്ഷങ്ങളെയും അതുപോലെ സകലത്തെ നശിപ്പിച്ചു കളഞ്ഞത് കൊണ്ടാണ് ജീവനുള്ള ഒന്നിനെ പോലും ദൈവം വെക്കാതെ, നീതിമാനായ ദൈവം പാപത്തെ തുടച്ചു കളയാൻ വേണ്ടിയാണ്. കാരണം ദൈവത്തിനെന്നും നീതി മാത്രമേ പുറപ്പെട്ടു വരാവൂ. നീതിമാനായ നോഹയെ മാത്രം വെച്ചിരുന്നത്. ഇതുപോലെ കഠിനത കൂടുകയായിരുന്നു. നോഹയുടെ കാലശേഷം പാപം കുറയല്ലായിരുന്നു, മ്ലേച്ഛത കുറയല്ലായിരുന്നു, മ്ലേച്ഛത ഈ ഇസ്രായേൽ ജനമൊക്കെ വരുമ്പോഴത്തേന് കൂടുകയായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഈ ജാതികളെ നീക്കിക്കളയാമെന്ന്. ഈ ജാതികളെ നീക്കിക്കളഞ്ഞ് ഇവര് പൊസസ് ചെയ്തത്, ഇവര് കീഴടങ്ങിയിരുന്നതും ഇവര് ഭരിച്ചിരുന്ന സ്ഥലം, കീഴടക്കിയിരുന്ന സ്ഥലം ഈ കനാൻ എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. ഈ കനാൻ എന്ന് പറഞ്ഞ സ്ഥലം ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അത് ഇന്നത്തെ ഇസ്രയേലിന്റെ സ്ഥലമല്ലായിരുന്നു. അല്ലെങ്കിൽ യോർദാൻ നദിയുടെ ആ ബൗണ്ടറി തൊട്ട് മെഡിറ്ററേനിയൻ സീ വരെയുള്ള ആ ബൗണ്ടറിക്കകത്ത് മാത്രമല്ല കനാൻ ദേശം എന്ന് പറയുന്നത്. കനാൻ ദേശം എന്ന് പറഞ്ഞ ഒരു സ്ഥലം വിസ്താരമായ ദേശമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതുപോലെ ഷീനാർ എന്ന് പറഞ്ഞതുപോലെ ഒരു ഭയങ്കര വിസ്താരമേറിയ ഒരു ദേശമാണ് കനാന ദേശം, കനാന്യർ എന്ന് പറയുന്നത്, ദേശം എന്ന് പറയുന്നത്. അതുപോലെ വിശാലമായ ദേശമായിരുന്നു. പക്ഷെ പാസ്റ്റർ മുമ്പേ പറഞ്ഞ കുറച്ച് കാര്യങ്ങളോട് ഞാൻ 1-2 കാര്യങ്ങളൊന്ന് ആഡ് ചെയ്തോട്ടെ. ഈ ഫറവോൻ പറയുന്നുണ്ട്, ബുദ്ധിപരമായി നാം ഇവരോട് പെരുമാറുക. ബുദ്ധിപരമായിട്ട് ഈ ഫറവോൻ സാത്താന്യ ശക്തിയുടെ ഒരു നിഴലായിരുന്നു. സാത്താന്യ ശക്തിയുടെ നേരെ നിഴലായിരുന്നു. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ പറയുന്നത് ബുദ്ധിപരമായി ഈ ജനത്തോട് ഇടപെടുക. ഈ ഇന്നത്തെ നമ്മുടെ ഓരോ രാജ്യങ്ങളുടെ പോപ്പുലേഷനും അവരുടെ ഫെർട്ടിലിറ്റി റേറ്റും ഒക്കെ പഠിക്കുന്നവർ പറഞ്ഞേക്കുന്നത് 18% കൂടുതൽ ഒരു ജാതി ആ സ്വജാതിയെക്കാട്ടിലും കൂടുതൽ വന്നാൽ, അല്ലെങ്കിൽ ഒരു മതം 18% കൂടുതൽ വന്നാൽ ആ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ ആ മതം, ചില പ്രത്യേക മതങ്ങളെ കുറിച്ച് പഠിക്കുന്നവർ പറഞ്ഞേക്ക ആ മതം ഡേഞ്ചറസ് ആയിത്തീരും. ഒരു സമാധാന മതമായിരുന്നെങ്കിൽ കുഴപ്പമില്ല, വയലൻസിനെയും ഡോമിനേറ്റ് ചെയ്യുന്നതിനെയും അങ്ങനെ ഉണ്ടെങ്കിൽ 18% കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ മതം ഡേഞ്ചർ ആണെന്ന്, ആ രാജ്യത്തിന് ഡേഞ്ചർ ആണെന്ന്. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അവരൊരിക്കലും ഡേഞ്ചറസിലോട്ട് പോയില്ല. പക്ഷെ സാത്താൻ ഈ ഫറവോന്റെ അകത്ത് ചിന്തകളെ കൊടുത്ത് ഈ ജനത്തെ, വാഗ്ദത്തമുള്ള ജനത്തെ, അബ്രഹാമിനോട് പറഞ്ഞ ഈ ജനം യഥാർത്ഥത്തിൽ ഒറിജിനൽ ജാതി, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ സന്തതിയായിട്ട് വാഗ്ദത്തമുള്ള മശിഹ ജനിക്കരുത്, അത് കലർന്നു പോണം, കലർപ്പായി പോണമെന്നുള്ള സാത്താന്യ പദ്ധതി ഫറവോനിൽ കൂടെ നിറവേറ്റാൻ വേണ്ടിയ പുരുഷന്മാരെ മൊത്തത്തിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. കാരണം ഒരു വിശുദ്ധ ജനം, വിശുദ്ധ സന്തതി പുറത്തു വരല്ല. ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ പുരുഷന്മാരെ എല്ലാം കൊന്നുകളഞ്ഞാൽ ഈ സ്ത്രീകൾ നിർബന്ധിതരാകും ഈജിപ്ഷ്യൻസിനോട് കലർപ്പാകാൻ, കലർന്നു പോകാൻ. അപ്പൊ എന്തു പറ്റും? ഒരു വിശുദ്ധ സന്തതി പുറത്തു വരത്തില്ല. ദൈവത്തിന്റെ ഇറ്റേണൽ പദ്ധതി എവിടെ തൊട്ടുള്ളതാ? അബ്രഹാമിനോടുള്ളതല്ല, ആദമിനോട് ദൈവം പറഞ്ഞത്, നിന്നെ ഒരു സ്ത്രീയുടെ സന്തതി
സർപ്പത്തിന്റെ തല തകർക്കും എന്നുള്ള ആ പ്രാവചനിക ശബ്ദം തൊട്ട് തുടങ്ങിയുള്ള ആ വാഗ്ദത്തത്തിനെതിരെയുള്ള ഒരു സാത്താന്യ പോരും കൂടെയാണ് ഈ ഈജിപ്ഷ്യൻസ് ഇസ്രായേൽ മക്കളുടെ മീതെ ചെയ്തെടുത്തത്. അത് അവിടെയും കാണാം. ഈ പീഡിപ്പിക്കുന്ന ഒരു 4000 5000 400 വർഷം കൊണ്ട് കണക്ക് നോക്കിയാൽ എന്തോ ഫെർട്ടിലിറ്റിയാ പാസ്റ്ററെ, എന്തോ ഫെർട്ടിലിറ്റിയാ, ഭയങ്കര വർധന. അത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഒരു ഭയങ്കര കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ ഞാൻ അതിനോട് പാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളോടുകൂടി ഒന്നും ആഡ് ചെയ്യാൻ വേണ്ടിയാ. മേർജിങ് ആയിരുന്നു, ഒരു വിശുദ്ധ ജനം പുറത്തു വരല്ലേ എന്നുള്ളതായിരുന്നു സാത്താന്യ പദ്ധതി. പക്ഷെ ദൈവം അവിടെ ഇസ്രായേൽ ജനത്തെ സെപ്പറേറ്റ് ചെയ്തു, ഒരു വിശുദ്ധ ജനമാക്കി മാറ്റുവാൻ അവരെ സെപ്പറേറ്റ് ചെയ്തു. ഇസ്രായേൽ മക്കളെ പുറത്തെടുക്കുന്ന സമയത്ത് ഇവിടുന്ന് എടുത്ത് ദൈവം ഈ ദേശം കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്ത് ഈ വാഗ്ദത്ത സന്തതിക്ക് ദൈവം ഓഫർ ചെയ്യുന്നത്, ആ കനാൻ ദേശം ഓഫർ ചെയ്യുമ്പോൾ ആ ദേശം ഏകദേശം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനേക ജാതികൾ, നമ്മുടെ പുതിയ നിയമത്തിൽ പറയുന്നത് 7 ജാതികൾ എന്നാ, 7 ജാതികൾ എന്നാ പറഞ്ഞേക്കുന്നത് കനാൻ ദേശത്ത് ഉണ്ടായിരുന്ന. പക്ഷെ കനാൻ ദേശത്ത് യെരിഹോവിന്റെ ചരിത്രവും ന്യായാധിപന്മാരും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ കാണാം ഏകദേശം അനേക ജാതികൾ ഉണ്ടായിരുന്നു പാസ്റ്റർ. അതിന്റെ ഒരു കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ഒരുപക്ഷെ സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്നത് 165 ജാതികളുടെ വ്യത്യസ്ത ഡിവോട്ടീസ്, ദേവതന്മാരെ അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എരിഹോ പട്ടണത്തിന്റെ ആർക്കിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം 165 കാര്യങ്ങളെ. പക്ഷെ ബൈബിളിൽ അതിന് അവിടെ ഇവിടെ തെളിവ് കാണാം. കാരണം യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 31 ജാതികളുടെ പേര് പറയുന്നുണ്ട്, 7 ജാതികളല്ല യോശുവ ജയിച്ചത്. നമുക്ക് വേണമെങ്കിൽ ആ വാക്യം ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ തെളിവിന് വേണ്ടി ഒന്ന് വായിച്ചിട്ട് പോകാം. യോശുവയുടെ പുസ്തകം അതിന്റെ 10-ാം അധ്യായം, 12-ാം അധ്യായം, അതിന്റെ ലാസ്റ്റ് വാക്ക്, 12-ാം അധ്യായത്തിൽ മുഴുവനും യോശുവ ജയിച്ച തദ്ദേശ രാജാക്കന്മാരുടെ കണക്കാണ്. ആ 1-ാം വാക്യം, ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ കിഴക്ക് നിന്ന് അർന്നോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും ഇതിനെ അരാബ മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവരാകുന്നു എന്നങ്ങോട്ട് പറഞ്ഞിട്ട് രാജാക്കന്മാരുടെ ലിസ്റ്റ് പറഞ്ഞേക്കാം. അതിന് 31-ാമത്തെ വാക്യം വരുമ്പോഴത്തേക്കിന് തിർസ രാജാവ് 1, ടോട്ടലി എല്ലാ രാജാക്കന്മാരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 31 രാജാക്കന്മാർ അവിടെ ഉണ്ട് പാസ്റ്ററെ. 31 രാജാക്കന്മാർ. 31 രാജാക്കന്മാരല്ലായിരുന്നു. ഇനിയും നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണാം 70 രാജാക്കന്മാരുടെ ഒരു ചരിത്രം കാണാം അവിടെ. 70 രാജാക്കന്മാർ, വിരൽ മുറിക്കപ്പെട്ട 70 രാജാക്കന്മാർ. നോക്കുമ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ പറയുന്ന ഒരു കണക്ക് 165 ജാതികളായിരുന്നു എരിഹോ മതിലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഉണ്ടായിരുന്നത്. നമുക്കത് മടങ്ങി വരാം, നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഇസ്രായേൽ മക്കൾ ജയിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു, ഈ കനാൻ ദേശം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തേക്കാം. ഇന്ന് ഇസ്രയേലിനെതിരെ മുറവിളി കൂട്ടുന്ന ഒറ്റയൊരാൾക്കാരും അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഒന്നും ഇസ്രയേലിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ഇസ്രയേൽ പൊസസ് ചെയ്യുന്ന സമയത്ത് ആ ജാതികളൊന്നുമല്ല പാസ്റ്റർ ഇന്ന് ഇവര് പറയുന്നത്. ഇന്ന് പറയുന്നവര് മുറവിളി കൂട്ടുന്നവര് പലരും ഇവരൊന്നിൽ ഇവരുടെ അറിവില്ലായ്മ നിമിത്തം, സത്യമില്ലായ്മ അറിയാൻ വയ്യാത്ത നിമിത്തം, അധിനിവേശമാണെന്നൊക്കെ പറയുന്നത് പലതും. പക്ഷെ അങ്ങനല്ല. ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞേക്കുന്ന ജാതികളുടെ ലിസ്റ്റ് എൻ്റെ വ്യത്യസ്തമാണ്. ഇന്ന് പറയുന്നത് ചില പൊളിറ്റിക്കലും ചില ഹിഡൻ അജണ്ടയും അല്ലെങ്കിൽ ഏതെങ്കിലും പൈശാചിക ഇൻഫ്ലുവൻസ് കൊണ്ട് ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്ന. പക്ഷെ അത് കറക്റ്റാണ്. ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി എന്നും മേർജ് ചെയ്യാനും തകർത്ത് കളയാനും ഉടച്ചു കളയാനും എന്നും സാത്താന്റെ ശക്തികൾ എന്നും ഭൂമിയിൽ വിശുദ്ധ സന്തതികൾക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പാസ്റ്റർ എന്തോ അതിനെക്കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായം? തീർച്ചയായിട്ടും അങ്ങനെ പാസ്റ്ററെ. കാരണം അത് ബൈബിളിൻ്റെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും അത് വ്യക്തമായിട്ട് നമ്മൾ കാണുന്ന ഒരു വിഷയമാണ്. അതായത് ദൈവം ഒരു വാഗ്ദത്ത സന്തതിയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ആ വാഗ്ദത്ത സന്തതിയുടെ വരവിനെ എല്ലാ കാലഘട്ടത്തിലും ശത്രു തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പാസ്റ്റർ പറഞ്ഞ കാര്യത്തിൽ 1-2 വചനങ്ങൾ ദേശത്തിലെ ജാതികളെ നീക്കം ചെയ്തതിനെക്കുറിച്ച് പാസ്റ്റർ പറഞ്ഞ വചനങ്ങളാണ്. അതോടൊപ്പം 1-2 വചനങ്ങൾ ഒന്ന് പറഞ്ഞ്
നമുക്ക് മുന്നോട്ട് പോകാം. ആവർത്തന പുസ്തകം 9-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 2 പ്രാവശ്യം, 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ഒരേ കാര്യം ആവർത്തിച്ച് പറയുക. ആവർത്തനം 9:4-ലും 5-ലും, ഈ ദേശം കൈവശമാക്കുവാൻ യഹോവ എന്നെ കൊണ്ടുവന്നു എന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്ന് പറഞ്ഞാൽ നിന്റെ മിടുക്കുകൊണ്ടൊന്നും അല്ല ഈ ദേശം നിനക്ക് തരുന്നത്. ആ ജാതിയുടെ ദുഷ്ടത നിമിത്തമത്രേ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. അത് 4-ാം വാക്യത്തിൽ പറഞ്ഞെങ്കിൽ 5-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു, നിന്റെ ഹൃദയപരമാർത്ഥത നിമിത്തവുമല്ല, ആ ജാതിയുടെ ദുഷ്ടത നിമിത്തവും അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ നിന്റെ പിതാക്കന്മാരോട് യഹോവ ചെയ്ത വചനം നിവർത്തിക്കേണ്ടതിനും അത്രേ നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. ഈ 2 വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, ഈ ജാതിയെ ദൈവം നീക്കിയത് ദൈവം ദുഷ്ടനായതുകൊണ്ടല്ല, അവരുടെ ദുഷ്ടത കൊണ്ട്, അവർ ചെയ്ത പാപം കൊണ്ട്. അതായത് പാസ്റ്റർ മുമ്പ് മെൻഷൻ ചെയ്തു, പ്രത്യേകിച്ചും ഈ ദൈവം ശപഥാർപ്പിതമായിട്ട് ഒരു ദേശം മുഴുവൻ നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ, എല്ലാ പച്ചമരങ്ങളെയും എല്ലാ മൃഗങ്ങളെയും നശിപ്പിക്കണം എന്ന് പറയുമ്പോൾ അത് സാധാരണ കാര്യങ്ങളുമല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പൈശാചികമാകുന്ന ആരാധനയുമായിട്ട് അത്രയധികം ബന്ധം ആ മൃഗങ്ങൾക്കും പാപങ്ങൾക്ക് ഒക്കെ അതിനകത്ത് ബന്ധമുള്ളത് കൊണ്ട് പാസ്റ്റർ ഒന്ന് മെൻഷൻ ചെയ്തങ്ങ് വിട്ടു. സൊദോം ഗൊമോറ പട്ടണങ്ങളിൽ എങ്ങനെയാണ് പാപം വർദ്ധിച്ചിട്ട് ദേശത്തിൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി എന്നാണ് പറയുന്നത് അല്ലേ? അബ്രഹാമിൻ്റെ അടുക്കൽ ചെന്ന് ദൂതന്മാർ പറഞ്ഞത് ദേശത്തിൻ്റെ നിലവിളി എത്തി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദേശം ദൈവത്തോട് നിലവിളിച്ചോടെ ഇത് മാക്സിമമായെന്ന്. ലേവ്യ പുസ്തകം 18-ാം അധ്യായത്തിലെ വാക്യങ്ങളാണ് പാസ്റ്റർ പറഞ്ഞത്. ഒരു ദേശത്തെ ജനതയെ ഛർദ്ദിച്ച് കളവാൻ വേണ്ടി ഭൂമി നിലവിളിക്കുന്നതിൻ്റെ കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇസ്രായേൽ ജനതയോട് ദൈവം വാണിംഗ് കൊടുക്കുക, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാലൊക്കെയും തങ്ങളെ തന്നെ അശുദ്ധമാക്കിയിരിക്കുന്നു. ദേശം അശുദ്ധമായി തീർന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിനുമേൽ സന്ദർശിക്കും. ദേശം നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു. ഈ മ്ലേച്ഛത നിങ്ങൾക്ക് മുമ്പേ ആ ദേശത്തുണ്ടായിരുന്ന മനുഷ്യർ ചെയ്തു. ദേശം അശുദ്ധമായി തീർന്നു. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ജാതികളെ ദേശം ഛർദ്ദിച്ചു കളഞ്ഞതുപോലെ നിങ്ങൾ അതിനെ അശുദ്ധമാക്കിയിട്ട് നിങ്ങളെയും ഛർദ്ദിച്ചു കളയാതിരിപ്പാൻ നിങ്ങളെൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കണം. വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ അമോര്യരുടെ അതിക്രമം പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ദേശം അവരെ ഛർദ്ദിച്ച് കളയത്തക്കവണ്ണം, അവരെ സ്പിറ്റ് ഔട്ട് ചെയ്യത്തക്കവണ്ണം, അല്ലേ, തുപ്പിക്കളയത്തക്കവണ്ണം, ദേശം അവരെ തുപ്പിക്കളയത്തക്കവണ്ണം അവരുടെ അതിക്രമം പൊങ്ങി വരുന്നൊരു അനുഭവമുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതിന്റെ 3-ാം വാക്യം തൊട്ട്, ലേവ്യ പുസ്തകം 18-ന്റെ 3-ാം വാക്യം തൊട്ട് എന്തൊക്കെ മ്ലേച്ഛതയാണ് ബൈബിളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വായിക്കുന്നതിന് അപ്പുറമാണ്, അല്ലെങ്കിൽ പറയുന്നതിന് അപ്പുറം പറയുന്നുണ്ട് പാസ്റ്റർ, നിങ്ങൾ കനാനിലെ ആ ജനത നടന്നതുപോലെ നിങ്ങൾ നടക്കരുത്. കാരണം അവർ നടന്നതുപോലെ നടന്നാൽ നിങ്ങളെയും തുപ്പിക്കളയുക എന്ന് പറഞ്ഞാൽ ആരോടും പക്ഷഭേദമൊന്നുമില്ല. എക്സാക്ട്ലി. ദൈവം അമോര്യരെ മാറ്റിയിട്ട് ഇസ്രായേലിനെ ആക്കി എന്ന് പറഞ്ഞ് ഇസ്രായേൽ അമോര്യര് ജീവിച്ചതുപോലെ ജീവിച്ചാൽ നാളെ ദൈവമല്ല ദേശം അവരെ തുപ്പിക്കളയും. അതെ അതെ, ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ഇവിടെയാണ് ദൈവം ക്രൂരനല്ല, ആ ജനത തന്നെ. ഇതൊക്കെ ഭയങ്കര ധാർമ്മിക വിഷയങ്ങളല്ലേ? അതെ അതെ. പ്രത്യേകിച്ചും ഇവിടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്, അവരുടെ മര്യാദകൾ ആചരിക്കരുത്, എന്റെ വിധികൾ. എന്നിട്ട് പക്ഷെ ഇവിടെ താഴോട്ട് പറയുക, ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിനെ വിളിക്കുന്ന മറ്റൊരു പേര് ജീവന്റെ പ്രമാണമെന്ന്. എന്റെ വചനം ആചരിച്ചാൽ ജീവൻ എന്ന. പക്ഷെ 1-2 ഓടിയാൽ മതി. നിങ്ങളിൽ ആരും തനിക്ക് രക്തബന്ധമുള്ള യാതൊരുടെയും നഗ്നത അനാവൃതമാകുവാൻ തക്കോണം അവരോട് അടുക്കരുത്. ഞാൻ യഹോവയാകുന്നു. ഒരപ്പന്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കല്. അവൾ നിന്റെ അമ്മയാകുന്നു, അവളുടെ നഗ്നത അനാവൃതമാക്കൽ. ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു. ദൈവം ഇതെല്ലാം പറയുന്നത് ഈ ജാതികളുടെ മഹാമ്ലേച്ഛത നിമിത്തം. അതുകൊണ്ട് ദൈവം വരെ തുപ്പിക്കളഞ്ഞ ദേശം ഛർദ്ദിച്ചു കളഞ്ഞു. ഇൻസിസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവിടെ കൂടുതലും പറയുന്നത്. ഇൻസിസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെ ഒരു പ്രത്യേക പൈശാചിക വ്യാപാരമാണ്. അതേത് സമൂഹത്തിലൊക്കെ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ നടന്നാലും അത് പറയുമ്പോൾ തന്നെ
പറയേണ്ട ഒരു കാര്യം, ദാവീദിൻ്റെ വീട്ടിലൊക്കെ അത് സംഭവിച്ചു. ദാവീദിൻ്റെ മകൻ അമ്നോൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. ദാവീദിന് വലിയ ദുഃഖമായ കാര്യമാണ്. അതൊരു പൈശാചികതയാണ് പാസ്റ്ററെ, അതൊരു പൈശാചികതയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഏതെങ്കിലും കുടുംബങ്ങളിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രാർത്ഥനയാൽ അപ്രകാരമുള്ള പൈശാചിക ശക്തികളെ ശാസിച്ചാണ്. ഞാനിത് പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു വചനോളിപ്പാടായത് കേട്ടോ. ഞാൻ ഈ സബ്ജക്റ്റിനെ കുറിച്ച്, ഇൻസിസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ ദൈവാത്മാവ് എനിക്ക് സംസാരിച്ച് എന്നെ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അതിനെ ഒരു 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 സ്വഭാവദൂഷ്യമെന്ന നിലയിലല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളുടെ പോലെയുള്ള ഒരു കൾച്ചറൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ആളുകൾ ഒരുപക്ഷെ തയ്യാറാകത്തില്ല. പക്ഷെ പറഞ്ഞേ പറ്റത്തുള്ളൂ. പല കുടുംബങ്ങളിലും പല സമൂഹങ്ങളിലും ആരുമറിയാതെ പൈശാചികമാകുന്ന ഇത്തരം പ്രവർത്തികളുണ്ട്. അത് പ്രാർത്ഥനയാലും ഉപവാസത്താലും ആ അന്ധകാരത്തോട് ജയിക്കേണ്ടത് ആവശ്യമാണ്. ഇടയ്ക്ക് നമുക്ക് സാന്ദർഭികമായിട്ടൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പറയുന്ന പാപങ്ങളിൽ ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പുണ്ട്, സ്വവർഗ ബന്ധങ്ങളുണ്ട്, പിന്നെ മൃഗങ്ങളോടൊപ്പം ശയിക്കുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് ഇത് പറയിച്ചു, പറയണ്ടെന്ന് ആദ്യം നമ്മൾ ഓർത്തത്. അതെ, പക്ഷെ ഞാൻ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മള് വെറുത്തു പോവും. അതുകൊണ്ടാണ് പക്ഷെ പറഞ്ഞ ദൈവം ഈ പറഞ്ഞ എന്തുകൊണ്ട് ദൈവം നീതിയുള്ള ദൈവമാണ്. കാരണം ദേശത്തിന്റെ അകൃത്യം അതുപോലെയാണ്. ഞാൻ പാസ്റ്റർ പറഞ്ഞൊരു കാര്യത്തോട് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ആഡ് ചെയ്തോട്ടെ പാസ്റ്റർ, എന്നിട്ട് പാസ്റ്റർ തന്നെ കണ്ടിന്യൂ ചെയ്താട്ടെ. പാസ്റ്ററെ, ഈ പല പാപങ്ങൾക്ക് ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ വേർഡും പാപമെന്നല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്ന വേർഡ് അകൃത്യമാണ്. പാപത്തിന്റെ മൂന്നാമത്തെ ഡിഗ്രി അകൃത്യം. ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞ സിൻ അല്ലെ പാപം. രണ്ടാമത്തെ എന്ന് പറഞ്ഞ ട്രസ്പാസ് അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ, അതാ രണ്ടാമത്തെ വേർഡ്. ഒന്നാമത്തെ സിൻ എന്ന് പറഞ്ഞ വേർഡിന്റെ അതിന്റെ അർത്ഥം ഹമാട്ടിയ അല്ലെങ്കിൽ മിസ് ദി മാർക്ക് എന്ന. ട്രസ്പാസ് എന്നുള്ള വേർഡിന്റെ അർത്ഥം ഓവർ ദി മാർക്ക് എന്ന, അല്ലെങ്കിൽ ട്രാൻസ്ഗ്രഷൻ എന്നുള്ള വേർഡിന്റെ അർത്ഥം ഓവർ ദി മാർക്ക് എന്ന. അടുത്ത വേർഡാണിത്. ടോപ്പ് ഇതാണ് ഇനിക്വിറ്റി അല്ലെങ്കിൽ അകൃത്യം. അകൃത്യം എന്നുള്ള വേർഡിന് കൊടുത്തേക്കുന്ന ഡെഫിനേഷൻ ഇതാ: നോയിങ്ലി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. പാപം ചെയ്തുകൊണ്ടിരുന്നാൽ, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് ട്രാൻസ്ഗ്രഷൻ ആകും, ട്രസ്പാസ് ആകും. ലംഘനം, ട്രാൻസ്ഗ്രഷൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ അത് അകൃത്യമാകും. ഇനി അകൃത്യത്തിനപ്പുറം ഒന്നുമില്ല. അവിടെ പറഞ്ഞേക്കുന്നത് നോയിങ്ലി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് ലോ. അകൃത്യമെന്ന ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത്. പാപമല്ല, മടങ്ങി വരവിനുള്ള സമയം കഴിഞ്ഞു. അവരുടെ മനസാക്ഷി കഴിഞ്ഞു. കാരണം പാപം ചെയ്യുന്ന മനുഷ്യനെ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ പോലും ഇന്ന് ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവുണ്ട്. ലോകക്കാരായ മനുഷ്യന് മനസാക്ഷി കുത്തും. ആ അവസരവും കഴിഞ്ഞു. ആ അവസരവും കഴിഞ്ഞ് ട്രാൻസ്ഗ്രഷനും കഴിഞ്ഞു. ട്രാൻസ്ഗ്രഷനും കഴിഞ്ഞ് അകൃത്യമെന്ന ദൈവം എല്ലാം പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ വേർഡ് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വേർഡ്, ദൈവവചനത്തിനകത്ത് ഓരോ പാപത്തിന് പല ടൈപ്പിൽ ശിക്ഷ കാണും. അപ്പൊ ഒരു ശിക്ഷ, വിഗ്രഹാരാധനയ്ക്കുള്ള ദൈവം കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ 4 തലമുറ വരെയാണ് വിഗ്രഹാരാധനയ്ക്കുള്ള. പക്ഷെ ഏറ്റവും ഹയസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ലൈംഗിക പാപത്തിനുള്ള ശിക്ഷ 1, 2, 3 തലമുറയല്ല, 10 തലമുറ വരെയാണ്. ലോത്തിന്റെ തലമുറ വരെ അതിന്റെ ശിക്ഷ. ലോത്തിന്റെ കുടുംബം ഉദാഹരണമാണ്. ലോത്തിന് കൊടുത്ത ശിക്ഷ അത് ഒന്നാം പക്ഷേ ഞാൻ അതിന്റെ റെഫറൻസ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലും ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിലും അതിന്റെ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 23-ന് 23-ന്റെ 2-3 വാക്യങ്ങൾ, 10-ാം തലമുറ പോലും മോവാബ്യർ, അമോര്യർ ദൈവസന്നിധിയിൽ വന്നേക്കല്ലെന്ന്. എന്തുകൊണ്ടാ? ഈ ഒരു ലൈംഗിക പാപം കൊണ്ട്. അപ്പം സാധാരണ ഒരു ശിക്ഷയല്ല. ദേശം ഇവരെ ഛർദ്ദിച്ച് കളഞ്ഞിരിക്കും. കാരണം ദേശത്തിന്റെ മീതെ അകൃത്യത്തിന്റെ ഭാരം വലുതായിപ്പോയി. പക്ഷേ ഞാൻ ഇതൊന്ന് ആഡ് ചെയ്തു. പാസ്റ്റർ കണ്ടിന്യൂ ചെയ്തു. അതെ, പാസ്റ്റർ പറഞ്ഞു വളരെ കറക്റ്റാണ്. നോഹയുടെ കാലത്തെ പ്രളയത്തിന്റെ കാരണവും തെറ്റായ വഴിവിട്ട ജീവിതശൈലി, സൊദോം ഗൊമോറ പട്ടണങ്ങൾ നശിക്കാനുള്ള കാരണം ആ ദേശത്തിൻ്റെ മ്ലേച്ഛത എന്ന് ഓർക്കണം. ദേശത്തിൻ്റെ മ്ലേച്ഛത, അതായത് 2 പുരുഷന്മാർ ലോത്തിന്റെ വീട്ടിൽ വരുമ്പോൾ അവരെ ഇറക്കി വിടണം.
രാത്രി അവരോടൊപ്പം ശയിക്കേണ്ടതെന്ന് പറയുന്ന അത്ര മ്ലേച്ഛമായ ഒരു 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 എന്താ പറയേണ്ടതിന്, ആ ഭൂമി വികൃത നിലവിളിച്ചത് സ്വഭാവം. അത്ഭുതമാണോ? പക്ഷേ ഇത് തന്നെയാണ് മുൻപോട്ട് നമ്മൾ കാണുന്ന ചരിത്രം. ഈ ദേശങ്ങളിലൊക്കെ വർദ്ധിച്ചു പെരുകി വന്ന ഇപ്രകാരമുള്ള പാപമാണ് ആ ദേശത്തെ ജനതയെ ഛർദ്ദിക്കുവാനും അവിടെ ദൈവത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഒരു ഭാഗത്ത് ഒരു ജനത ഒരുക്കപ്പെട്ടു, മറുഭാഗത്ത് ഇവരുടെ പാപം പെരുകി അവരെ ഛർദ്ദിക്കേണ്ട സമയമായപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയാണത്. ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പോംബി എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകാം. പോംബി, അഗ്നിപർവ്വതം പൊട്ടി അതിൻ്റെ എന്താ പറഞ്ഞ ഈ സോദോം ഗൊമോറയുടെ മേൽ വീണതുപോലെ തീയും ഗന്ധകവും വീണ് ചരിത്രത്തിൽ ഇല്ലാതായി തീർന്ന ഒരു സ്ഥലമാണ് പോംബി. പാപത്തിൻ്റെ ഒരു പര്യായമായി, ആഡംബര ജീവിതത്തിൻ്റെ ഒരു പര്യായമായി ഇന്നും ആളുകൾ പറയുന്നു. പോംബി ഇന്നൊരു കാഴ്ച വസ്തുവാണ്. പോംബി കാണാൻ ആളുകൾ പോകുന്നു. അപ്പം നമ്മുടെ ഈ ട്രാവൽ വ്ളോഗുകളൊക്കെ ചെയ്യുന്നവരൊക്കെ പോംബി പോയി പോംബിയിലെ 3D കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. പോംബി എന്ന് പറയുന്ന അന്നത്തെ പുരാതന കാലത്തെ ആ പട്ടണത്തിലെ വീഞ്ഞുകുടിശാലകളും വേശ്യാലയങ്ങളും ഇമ്മൊറാലിറ്റീസിൻ്റെയൊക്കെ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങൾ. സോദോം ഗൊമോറ മാത്രമല്ല ചരിത്രത്തിൽ അങ്ങനെ തുടച്ചു മാറ്റപ്പെട്ടിട്ടുള്ളത്. പോംബി തുടച്ചു മാറ്റിയത് അത് ചരിത്രത്തിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അത് തെളിവാണെങ്കിൽ അതുപോലെ തുടച്ചു മാറ്റപ്പെട്ട ദേശങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇനി എന്താ പാസ്റ്ററെ, 400 വർഷം കൊണ്ട് ഇവരെ വർദ്ധിപ്പിച്ചു. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കാര്യം കൂടെ ഒന്ന് സംസാരിച്ചോട്ടെ പക്ഷേ. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 2 തൊട്ട് 4 വരെയും 29 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ആ വേർഡ് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 12-ന്റെ 29 തൊട്ട്, നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികളെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിക്കുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കെണിയിൽ അകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെ കുറിച്ച് അന്വേഷിക്കുകയും അത് ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും വേണം. നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെയല്ല സേവിക്കേണ്ടതല്ല. നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല. യഹോവ വെറുക്കുന്ന സകല മ്ലേച്ഛതയും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രിപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ. പക്ഷെ ചൈൽഡ് സാക്രിഫൈസ് വേറൊരു വിഷയം അതിന്റെ മേളിലുണ്ട്. ചൈൽഡ് സാക്രിഫൈസ് ഇങ്ങനെ തൊട്ട് തുടങ്ങിയുള്ള പൈശാചികമായ എല്ലാ നികൃഷ്ട പ്രവർത്തികളും ചെയ്ത് ഒറ്റ നീതിമാനെ അവിടെ കാണിക്കാനില്ല. അതുകൊണ്ട് ദൈവം പറഞ്ഞ് നിങ്ങൾ യുദ്ധം ചെയ്തു. ഇനി രണ്ടാമത്തെ ഒരു വേർഡും കൂടെ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോവാം. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൈവം തന്നെയായിരുന്നു ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതെന്ന്. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ അവിടെ പറയുന്ന ഒരു വേർഡുണ്ട്. അതിന്റെ അവസാനത്തെ വാക്കുകളിൽ യഹോവയായിരുന്നു 42-ാമത്തെ വാക്ക്, ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രയേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു പാപത്തെ തുടച്ചു കളയുക. പാപത്തെ തുടച്ചു കളയാതെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം അതിന്റെ സമയം കഴിഞ്ഞിട്ടും മടങ്ങി വരാൻ അവസരം കൊടുത്തിട്ടും മടങ്ങി വരാതിരുന്നിട്ടും ആ കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ദൈവത്തെ കുറിച്ച് വിളിക്കുന്ന പേര് കറപ്റ്റഡ് ജഡ്ജ് എന്ന് വിളിക്കേണ്ടി വരും. കറപ്റ്റഡ് ജഡ്ജ്. കാരണം ദൈവം കറപ്റ്റഡ് ജഡ്ജ് അല്ല. പാസ്റ്റർ പറഞ്ഞ ഒരു വേർഡ് കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ. തന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് തെറ്റ് ചെയ്തിട്ടും ദാവീദിന്റെ തെറ്റിനെ ബൈബിളിൽ ഹൈഡ് ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിൽ പോലും ഹൈഡ് ചെയ്തിട്ടില്ല. പുതിയ നിയമത്തിൽ ജീനിയോളജി എഴുതുമ്പോൾ ബൈബിൾ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം എഴുതി വെച്ചു, ഊരിയാവിന്റെ ഭാര്യയായിരുന്നവൾ ശലോമോനെ ജനിപ്പിച്ചു. അവിടെ ദാവീദ് എല്ലാം ജനിച്ചു എന്ന് എഴുതിയിട്ട് അവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പാപത്തെ അതിനെ കുത്തിയെടുത്ത് കളയുന്ന, കുറ്റത്തെ എടുത്തു കളയുന്നത് പോലെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ ഈ പാപം ചെയ്തത് നിമിത്തം നീ രഹസ്യത്തിൽ ചെയ്തു, പക്ഷെ നിന്റെ ഒരു ആയുസ് മൊത്തം വാള് മാറത്തില്ല. ദൈവം പാപത്തെ വെറുക്കുന്ന ദൈവം. സ്വർഗം പോലും ദൈവത്തിന്റെ മുമ്പിൽ ശുദ്ധമല്ലെന്ന, ദൂതന്മാരിൽ പോലും അവൻ കുറ്റം ആരോപിക്കുന്നവനെന്ന. കാരണം ദൈവത്തെ പോലെ പരിശുദ്ധൻ ആരുമില്ല. അപ്പൊ ദൈവം നമ്മളിൽ നിന്നും
യഥാർത്ഥത്തിൽ പറഞ്ഞ ഇസ്രയേൽ മക്കളിൽ നിന്നും പുതിയ നിയമ ദൈവസഭയിൽ നിന്നും ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, ലേവ്യ പുസ്തകത്തിൽ ഒരു വാക്കാ പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ഫസ്റ്റ് ക്വാളിറ്റി സാധനം, ദ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെ, ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ്. കാരണം ഹോളിനെസ് ഇസ് എ ബിഗ് ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റാ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പം ഇസ്രയേൽ മക്കളുടെ മാത്രമല്ല, ഭൂമി ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ കയ്യിലാണ് ദ ടൈറ്റിൽ ഡീഡ്. അതിന്റെ ആ യഥാർത്ഥത്തിലുള്ള മൊത്തം സുപ്രീം അതോറിറ്റി ദൈവമാണ്. ദൈവം ഇതിന്റെ ഒന്നും മനുഷ്യന് കൊടുത്തത് വാഴാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ. മനുഷ്യന്റെ മേൽ മൊത്തം നിയന്ത്രണം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. മനുഷ്യനെ കൊടുത്തേക്കുന്ന പരിധിയുമുണ്ട്, ആകാശത്തിന്റെ മേളിലും ഭൂമിയുടെയും സമുദ്രത്തിനും, അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ക്രിയേറ്ററും സുപ്രീം അതോറിറ്റി ജഡ്ജ് ദൈവമാണ്. ഓവർ ടു യു പാസ്റ്റർ. പാസ്റ്ററെ, ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു പോയാൽ സമയമില്ലാതെ സംസാരിക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ അത്ര ആഴമുണ്ട്, അത്ര വലിയ ചരിത്രമുണ്ട് ഇതിൻ്റെ പിന്നിലൊക്കെ. എന്തായാലും ഭൂമിയുടെ അവകാശി ആരാണെന്നുള്ള തർക്കം അത് പരിഹരിക്കപ്പെടുന്ന ദിവസമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പോലെ പുസ്തകം തുറക്കപ്പെടും, മുദ്രകൾ പൊട്ടിക്കപ്പെടും, അവകാശ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. അതിനുള്ള സമയം എന്തായാലും മുൻപോട്ട് തന്നെയുണ്ട്. നമുക്ക് ഈ സെഷൻ ഇവിടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 400 വർഷത്തെ പ്രവാസത്തിൻ്റെ ചരിത്രമാണ് കേട്ടത്. 400 വർഷം ഒരു ജനതയെ അത്ഭുതകരമായി വളർത്തിയെടുത്തു നൈലിൻ്റെ മടിത്തട്ടിൽ. 400 വർഷം മറുഭാഗത്ത് ഒരു ജനത ദേശം ഛർദ്ദിക്കത്തക്കവണ്ണം പാപം പെരുകി. നമ്മളിപ്പം കേട്ടതുപോലെ ദൈവം ക്രൂരനല്ല, ദൈവം ദുഷ്ടനല്ല. അങ്ങനെ പാപത്തിന് കൂട്ടു നിൽക്കുന്നൊരു ദൈവമാണെങ്കിൽ ആ ദൈവത്തെ നമ്മൾ ആരെങ്കിലും ആരാധിക്കുമോ? അങ്ങനെ മ്ലേച്ഛത ചെയ്ത് ജീവിക്കുന്ന ജനതയെ നോക്കിയിട്ട് ഇതൊക്കെ ഓക്കെ എന്ന് പറയുന്ന ദൈവത്തെ ആരാധിക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിനെ ആരാധനയ്ക്ക് യോഗ്യനാക്കി തീർക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്. ദൂതന്മാർ ദൈവത്തെ സ്തുതിക്കുന്നത് അവർ തമ്മിൽ പറയുന്നതെന്നാണ് യെശയ്യാവ് 6 പറയുന്നത്. ദൈവത്തോട് പറയുകയല്ല, ദൂതന്മാർ കെരൂബുകൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് തമ്മിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദിസ് ഗാഡ് ഈസ് വർത്തി ടു ബി വർഷിപ്ഡ് എന്നർത്ഥം. ഈ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവത്തോട് നീ വിശുദ്ധൻ നീ വിശുദ്ധൻ നീ വിശുദ്ധൻ എന്നല്ല പറഞ്ഞത്. അടുത്ത് നിൽക്കുന്ന ദൂതൻ്റെ ചെവി പറയുക, ആ നിൽക്കുന്ന ദൈവം വിശുദ്ധനാണ്. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് ദേഹം മൂടി എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധനായ ദൈവത്തെ നോക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. മുഖം മൂടി, പാദം മൂടി എന്ന് പറഞ്ഞാൽ ശരീരം മൂടിയെന്ന പറന്ന് നിന്നുകൊണ്ട് ഒരുവനോടൊരുവൻ പറയുക ഇവൻ വിശുദ്ധനാണ്. നാം ഒക്കെ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് കാരണം അവൻ വ്യഭിചാരിയോട് കൂട്ടുപിടിക്കാതെ, അവൻ ദുഷ്ടനോട് കൂട്ടുപിടിക്കാതെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ അവൻ കള്ളനോട് കൂട്ടുപിടിക്കാതെ വിശുദ്ധിയിൽ നിൽക്കുന്നവനായതുകൊണ്ട് ആ വിശുദ്ധനായ ദൈവത്തിനായി സ്തോത്രം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സെക്ഷൻ നമുക്ക് പ്രാർത്ഥിച്ച് വൈൻഡപ്പ് ചെയ്യണം. ഐ ഫീൽ സച്ച് എ പ്രസൻസ്. കാരണം ഇതൊരു നമ്മളുടെ ഡിസ്കഷൻ എന്നതിനപ്പുറമായിട്ട് പാസ്റ്ററിനെ ഒരു വാക്കി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശു കർത്താവിന്റെ രക്തത്തിൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾക്ക് തന്ന നല്ല അവസരത്തിനായി, നല്ല ദിവസത്തിനായി, നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, അങ്ങ് വിശുദ്ധനായ ദൈവമാ, അങ്ങ് പരിശുദ്ധനായ ദൈവമാ. അങ്ങ് ഞങ്ങളെ വിളിച്ചത് വിശുദ്ധിയിലേക്ക് വളരുവാനും കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാനുമാ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ വരുന്ന പ്രതിസന്ധികളെ, ഓരോ വരുന്ന മാലിന്യത്തെ, അഴുക്കിനെ, പാപത്തെ വീണ്ടും അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ വീണ്ടും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ, ഞങ്ങളെ വെടിപ്പുള്ളവരാക്കണമേ. കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. കർത്താവെ, അങ്ങ് സഭയെ ചേർക്കുവാൻ വേഗം വരുന്ന സമയങ്ങളാ കർത്താവെ. അടുക്ക വാതിക്കലാന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഇസ്രയേലിന്റെ കാര്യങ്ങളും യുദ്ധങ്ങളും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അങ്ങയുടെ വരവിനെ വിളിച്ചറിയിക്കുന്നു കർത്താവെ. കർത്താവെ, ദൈവസഭ ഒരുക്കപ്പെടുവാൻ, അടിയങ്ങൾ ഒരുക്കപ്പെടുവാൻ ഒരിക്കൽ കൂടെ അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഞങ്ങളുടെ കേൾവിക്കാരെ, ഞങ്ങളുടെ ഓരോ പ്രേക്ഷകരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത് ആ ദൈവമക്കളുടെ ജീവിതത്തിൽ വിശുദ്ധിയിലേക്കുള്ള വളർച്ചയ്ക്കും ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്കുള്ള പഠനത്തിനും കർത്താവിന്റെ കൃപയിൽ വളരുവാനുള്ള ആഴമേറിയ ഒരു ആഹ്വാനം കൂടെ ആയിത്തീരുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷകരെ കൂടെ സമർപ്പിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ.
ശൂന്യതകളിൽ നിന്നുകൊണ്ട് ഒരു നേഷനെ പൊട്ടിപ്പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവം, അങ്ങയുടെ ജനത്തിന്റെ മീതെയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും വാഴ്വുകളും കൃപകളും ഓരോ കേൾവിക്കാരുടെ മീതെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഭൃത്യനെ ഫിനിപ്പാസ്റ്ററേയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപയിൽ പൊതിയണമേ. മഹത്വം എല്ലാം ദൈവത്തിന് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി നന്ദി. താങ്ക് യു പാസ്റ്റർ. ബഷീറോട് നന്ദി പറയും. ഇത്രയും സമയങ്ങൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഈ സെഷനിൽ പങ്കെടുത്തതിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്.